ഇവിടെ റാന്നിക്കടുത്ത് ചിറക്കപ്പടി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ചിറക്കപ്പടിയിൽ ഞാനൊരു ഒരു 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 സഭ സ്ഥാപിച്ചു. ഞാനവിടെ പോയി പ്രവർത്തനം ആരംഭിച്ചു. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു പയ്യൻ കൈ പൊട്ടി അളിഞ്ഞിരിക്കുക. സകല ആശുപത്രി, നല്ല ഗായകനാ. അവനെ സകല ആശുപത്രി പരിശോധിച്ചിട്ട് അവന് സൗഖ്യം കിട്ടുന്നില്ല. പക്ഷേ നമ്മൾ സഭയായി ഒരുമിച്ച് പ്രാർത്ഥിച്ചു, അവന് പൂർണ്ണ സൗഖ്യം കിട്ടി. അവൻ്റെ അപ്പന് ഒന്നര കാലേ ഉള്ളൂ. അവൻ്റെ വീട്ടിൽ പോയി ഭയങ്കര യോഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു കുടില. അവിടെ ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞു, ഇതോ അത്ഭുതം സംഭവിക്കാൻ പോകുന്നു, ഇതോ നൂലിൽ കെട്ടി വെന്നിച്ചാനൊരു വീട് ദൈവം തരാൻ പോകുന്നു പറഞ്ഞു. അത്ഭുതങ്ങൾ അവിടെ നടന്നു. 3 മാസത്തിനുള്ളിൽ അയാൾക്ക് വീട് കിട്ടി. ഒരാളെ സ്പോൺസർ ചെയ്തു. അങ്ങനെ അതൊക്കെ വിരിച്ച് പറയാനുണ്ട്. അവിടെ 80 പേരെ വിശ്വാസത്തിൽ കൊണ്ടുവന്നു. 13 ദിവസം കൊണ്ടൊരു ഹോള് കൊണ്ടു. 13 ദിവസം കൊണ്ട് സ്ഥലം ഞാൻ മേടിച്ചു കൊടുത്തു, ഹോള് കൊണ്ടു, ശവക്കോട്ടം മേടിച്ചു കൊടുത്തു. ചുരുക്കി പറഞ്ഞാൽ അതെല്ലാം അത്ഭുതമാണ്. കാരണം അവിടുത്തെ ഇമാം, തൃക്കോമലയിലെ ഇമാം, CMSന്റെ ബിഷപ്പടക്കം, ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹിക നേതാക്കന്മാരടക്കം എൻ്റെ മീറ്റിങ്ങിൽ വന്നു കണ്ടു. പക്ഷേ ഞാൻ എൻ്റെ പ്രസംഗം കഴിഞ്ഞ് വചനം പ്രസംഗിക്കാനുള്ള അവസരം കൊടുത്തു കഴിഞ്ഞ് ഒരു ആശംസ മാത്രമേ എല്ലാ പ്രമുഖർക്കും കൊടുത്തുള്ളൂ. കാരണം ഞാൻ അവിടെ എല്ലാം ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടേയിരുന്നു. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഞാനിന്ന് റാന്നിയിൽ ബഹുമാനപ്പെട്ട തോമസ് കുട്ടി പൊന്നൂസ് പാസ്റ്ററുടെ ഭവനത്തിലാണ്. വളരെ നാളുകളായി ആഗ്രഹിക്കുന്നു തോമസ് കുട്ടി പാസ്റ്റർ ഒന്ന് കാണണം, ഒരു ഇൻ്റർവ്യൂ എടുക്കണം എന്ന് ആഗ്രഹിച്ചു. എന്നാൽ ഇന്നാണ് അതിനൊരു സാഹചര്യം ഉണ്ടായത്. പാസ്റ്ററെക്കുറിച്ച് പറയുമ്പോൾ ആയിരക്കണക്കിന് ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ള ആളാണ്. പവർ വിഷൻ ചാനലിലൂടെയും മറ്റ് തൻ്റെ സ്വന്തം ചാനലിലൂടെയും അതോടൊപ്പം തന്നെ 2 പത്രമുണ്ട്, ആ പത്രത്തിലൂടെയും അനേകരെ ഇൻ്റർവ്യൂ ചെയ്യുകയും ഈ മാധ്യമ പ്രവർത്തന രംഗങ്ങളിൽ വളരെ അനുഭവസമ്പന്നനായ ഒരു വ്യക്തിയാണ്. പാസ്റ്ററുടെ അനുഭവം വെച്ച് നോക്കുമ്പോൾ ഞാൻ വെറും ഒരു സാധാരണക്കാരനാണ്. എങ്കിലും ഇന്ന് ഈ പാസ്റ്റർ എടുത്ത് കടന്നു വരാനൊരു കാരണം പാസ്റ്ററുടെ ജീവിതാനുഭവങ്ങൾ ചോദിച്ചറിയാനും ചില മാർഗനിർദ്ദേശങ്ങൾ കേൾക്കുവാനും ഒക്കെയാണ് കടന്നു വന്നിട്ടുള്ളത്. ഇന്ന് തീർച്ചയായും പാസ്റ്ററുടെ ജീവിതാനുഭവ സാക്ഷ്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി തീരും. പാസ്റ്ററെ ഗോസ്ബൽ TV UP എന്ന ചാനലിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്ററുടെ ജീവിതാനുഭവങ്ങൾ എല്ലാവർക്കും ഒരു പ്രചോദനമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പാസ്റ്റർ സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? പാസ്റ്ററുടെ പേര്, വീട്ടിൽ ആരൊക്കെ ഉണ്ട്, ഏത് സഭയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് പറയാമോ? എൻ്റെ പേര് തോമസ് കുട്ടി പൊന്നൂസ്. ഞാൻ ജനിച്ചു വളർന്നത് ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട്ടിൽ വെളിയനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. ഇപ്പോൾ ഞാൻ റാന്നിയിൽ ടൗണിൽ തന്നെ താമസിക്കുന്നു. എൻ്റെ ഭാര്യ സീന, മക്കൾ 3 പെൺകുഞ്ഞുങ്ങൾ. ഞങ്ങൾ കുടുംബസമേതം റാന്നിയിൽ താമസിക്കുന്നു. സ്വതന്ത്രമായി സുവിശേഷ പ്രവർത്തന രംഗത്ത് കഴിഞ്ഞ 10-36 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പാസ്റ്റർ ജനിച്ചു വളർന്നത് ഏത് ക്രൈസ്തവ പശ്ചാത്തലത്തിലാണ്? അതോടൊപ്പം പാസ്റ്ററുടെ മാതാപിതാക്കളെ കുറിച്ച് ഒന്ന് പറയാമോ? ഞാൻ ജനിച്ചു വളർന്നത് കനാനായ യാക്കോബായ സമുദായത്തിലാണ്. എൻ്റെ അമ്മയ്ക്ക് മക്കളില്ലാതെ ഇരിക്കുമ്പോൾ എൻ്റെ അമ്മ ദൈവസന്നിധി പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥനയുടെ ഫലമാണ് ഞാൻ. അമ്മ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, അങ്ങനെ എന്നെ ലഭിച്ചു. എന്നെ കൊണ്ട് 3 മാസം പ്രായമുള്ളപ്പോൾ മലയാറ്റൂർ മലയുടെ മുകളിൽ, അന്ന് തീർത്ഥാടകരൊക്കെ പോകുന്ന ആ കാലഘട്ടമാണ്, ഏതാണ്ട് 50ഓളം ആളുകൾ വെളിനാട്ടിൽ നിന്ന് മലയാറ്റൂർ മലയുടെ മുകളിൽ ചെന്നു. പക്ഷേ മാറി മാറി എല്ലാവരും എടുത്തിട്ടും എൻ്റെ കരച്ചിൽ നിൽക്കുന്നില്ല. ഭയങ്കര കരച്ചിലായിരുന്നു, കരച്ചിൽ എല്ലാവരും. അപ്പോൾ അമ്മയുടെ അമ്മ പറഞ്ഞു, എടി മോളി, എൻ്റെ അമ്മയുടെ പേര് മോളി എന്നാ, നീ പള്ളി പണിയാവുന്നു ദൈവത്തെ ഓർത്ത് നേരല്ലേ. കാരണം അവിടെ വെച്ച് എന്നെ മരിച്ചടക്കപ്പെടുമെന്ന് തോന്നിപ്പോയി വല്യമ്മച്ചിക്ക്. ആ സന്ദർഭത്തിലാണ് ഏതോ ഒരു വൃദ്ധ ദമ്പതികൾ വന്ന് മോനെ തോമസ് കുട്ടി എന്ന് പറഞ്ഞ് എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് എന്നെ വാങ്ങി. ആ നിമിഷം എൻ്റെ കരച്ചിൽ നിന്നു. അവരിങ്ങനെ പറഞ്ഞു, ഇവന് ദൈവവേലയ്ക്കുള്ള കുഞ്ഞാണ്, തോമസ് കുട്ടി എന്നിവന് പേരിടണം, ഇവനെ പ്രാകരുത്, ശപിക്കരുത്, ചൂലുകൊണ്ട് അടിക്കരുത്, ദൈവവേലയ്ക്കുള്ള കുഞ്ഞാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് തോമസ് കുട്ടി എന്ന് പറഞ്ഞ പേര് ലഭിച്ചത്. ഞാൻ ചെറുപ്പം മുതൽ തന്നെ പള്ളിയിലെ മദ്ബഹായിൽ ശുശ്രൂഷകനായി, സൺഡേ സ്കൂൾ അധ്യാപകനായി, ഗ്രാനായ സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ കേന്ദ്ര
ജോയിൻറ്റ് സെക്രട്ടറിയായി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ എൻ്റെ കുട്ടനാടിൻ്റെ പ്രദേശങ്ങളിൽ ഒരു നിറ സാന്നിധ്യമായി മാറാൻ ഉള്ള അവസരം ഒരുക്കി. പക്ഷേ എൻ്റെ അമ്മയുടെ പ്രാർത്ഥന എന്നെ സുവിശേഷ വയലിലേക്ക് 18-ാമത്തെ വയസ്സ്. പഠിച്ചതൊക്കെ എവിടെയാണ് ബാല്യകാലം? എൻ്റെ ബാല്യകാലം പറഞ്ഞാൽ പഠിച്ചത് കിടങ്ങറ സ്കൂളിൽ പഠിച്ചു. പിന്നെ കിടങ്ങറ സ്കൂളിൽ ഞാൻ എത്ര സ്കൂളിൽ പഠിച്ചു? 10ാം ക്ലാസ് വരെ എത്ര സ്കൂളിൽ? 3 സ്കൂളിൽ പഠിച്ചാൽ. അങ്ങനെ ഈ 3 സ്കൂളിൽ പഠിക്കാനുള്ള ഒരു കാരണം? 3 സ്കൂളിൽ പഠിക്കണമെന്ന് പറഞ്ഞാൽ ഒരു സ്കൂളിൽ പള്ളിയിലെ പാട്ട് പാടിക്കപ്പോൾ ആരാണ്ട് പിള്ളേർ കളിയാക്കി, അവന്മാരെ കുത്തി പിന്നെ കുത്തി അവന്മാരെല്ലാം ആശുപത്രി വന്നു. അപ്പോൾ അവിടെ പിന്നെ അവസാനം പിന്നെ ആ സ്കൂളിൽ നിന്ന് വേറെ സ്കൂളിൽ കൊണ്ടുപോയി. സമരം ഇല്ലാത്ത സ്കൂള്, പുളുങ്ങുന്ന സെന്റ് ജോസഫ് സ്കൂള്. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഏതാണ്ട് അവിടെ 6 അക്കരെ ബോട്ട് പിടിച്ചു കിട്ടി സമരമില്ലാത്ത സ്കൂളിൽ. അങ്ങനെ അവിടുന്ന് എൻ്റെ കൂടെ പഠിച്ചവൻ IAS കാരൻ, എൻ്റെ തൊട്ടിപ്പുറത്ത് ചെയ്യുന്നവൻ. അത് കഴിഞ്ഞ് രാമങ്കേരി സ്കൂളിൽ വന്നു, അവിടെയും സമരവും ബഹളവും. അങ്ങനെ ഒരു പശ്ചാത്തലം ആണ്. സ്കൂളിൽ വലിയൊരു പ്രശ്നക്കാരനായിരുന്നു. സ്കൂളിലും നാട്ടിലും എല്ലാം ഒരു പ്രശ്നക്കാരനായിരുന്നു. പക്ഷെ വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇന്നുവരെ സിനിമാ കോട്ടയിൽ കയറിയിട്ടില്ല, കള്ള് കുടിച്ചിട്ടില്ല, ബീഡി വലിച്ചിട്ടില്ല, മുറുക്കിയിട്ടില്ല, മൂക്കിപ്പൊട്ടി വലിച്ചിട്ടില്ല, അശ്ലീല മാസിക വായിച്ചിട്ടില്ല, ചീട്ടുകൾ സ്ഥലത്ത് ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്തിട്ടില്ല, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോയിട്ടില്ല. ഇങ്ങോട്ട് വന്നാൽ വിടുന്ന പ്രശ്നം ചെറുപ്പത്തിൽ മുതലേ ഇല്ല. അങ്ങോട്ട് കയറി ആരും ഉപദ്രവിക്കാൻ പോകത്തില്ല. അടി കൊണ്ടേറ്റ് വന്ന ചരിത്രവും ഇല്ല. അപ്പോൾ സ്കൂൾ പഠനം 3 സ്കൂളിലായിട്ടാണ് പൂർത്തീകരിച്ചത്. പിന്നീട് ഈ പെന്തക്കോസ്തൽ വിശ്വാസത്തിലേക്ക് വരാനുള്ള ഒരു പശ്ചാത്തലം എന്താണ്? അതിന്റെ കാരണം എന്താണ്? എനിക്ക് സുവിശേഷം വേല ചെയ്യണം എന്നെൻ്റെ മനസ്സിലാഗ്രഹമുണ്ട്. കനാനായ സഭയിൽ നിൽക്കുമ്പോൾ തന്നെ സുവിശേഷത്തോടൊരു വലിയ കാഴ്ചപ്പാടുണ്ട്. എനിക്ക് എൻ്റെ ചെറുപ്പം മുതലേ നിന്നെ ഒന്നിനും കൊള്ളത്തില്ല, എൻ്റെ ദൈവത്തിൻ്റെ വേലയ്ക്കല്ലാതെ, കർത്താവിൻ്റെ വേലയ്ക്കല്ലാതെ എന്നെ ഭൂമിയിൽ ഒന്നിനും കൊള്ളത്തില്ല എന്ന് കൃത്യമായ ബോധ്യം എനിക്കുണ്ടായിരുന്നു. അതായത് ചെറുപ്പത്തിലെ കുഞ്ഞിലെ മുതൽ. ആ പേര് വീണതും മുതലാണോ? അങ്ങനെ അല്ലല്ല, എൻ്റെ അമ്മ തന്നെ എന്നെ സുവിശേഷ വേലയ്ക്ക് വയറ്റിലുണ്ടാകുന്നതിന് മുമ്പ് തന്നെ സമർപ്പിച്ചതാണ്. അപ്പോൾ അങ്ങനെ സുവിശേഷ ഒരു വിളി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ചെറുപ്പം മുതൽ തന്നെ അമ്മ സമർപ്പിച്ചത് കൊണ്ട് സുവിശേഷ വേലയല്ലാതെ വേറൊരു വേല ചെയ്യാൻ കാര്യം. ഈ 7 നേരം എൻ്റെ വല്യപ്പച്ചൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ചരിത്രമുണ്ട്. മുട്ടുകുത്തി അപ്പച്ചനോട് ഒന്നിച്ച് 7 നേരവും വെളുപ്പിന് 4 മണി ഉള്ള 7 നേരവും മുട്ടുകുത്തി കുമ്പിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. എൻ്റെ അമ്മ വലിയ പ്രാർത്ഥനക്കാരായിരുന്നു. 50 ദിവസവും പള്ളിയിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് മുടങ്ങാതെ പോകുമായിരുന്നു. 50 നോമ്പിന് 60 ദിവസമായിട്ട് നോമ്പെടുക്കുന്നയാളായിരുന്നു. അങ്ങനെ ആ ഒരു ശീലത്തിൽ വളർന്നുകൊണ്ട് വളരെ പ്രാർത്ഥന അനുഭവമുള്ള മാതാപിതാക്കന്മാരുടെ ശിക്ഷണത്തിൽ വളർന്നതുകൊണ്ട് വളരെ ഭയഭക്തി നിർഭരമായ സുവിശേഷ നിയോഗം എൻ്റെ ഉള്ളിൽ ദൈവം നിന്നു. വലിയൊരു സുവിശേഷ ദർശനം ഉണ്ടായിരുന്നു. അതെ. അപ്പോൾ ഈ കനാനായ സഭയിൽ ഒരു വൈദികനാകാനായിട്ടാണോ പദ്ധതി ഇട്ടത്? എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്ക് ഞാനിങ്ങനെ രാഷ്ട്രീയത്തിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അത് സാധിക്കത്തില്ല എന്ന് തോന്നി. അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ സുവിശേഷ വേലയ്ക്ക് എന്താണ് അടുത്ത വഴി എന്ന് തോന്നി. രാഷ്ട്രീയ പാർട്ടിയായിട്ട് അവിടുത്തെ കോൺഗ്രസിലായിരുന്നു, കോൺഗ്രസിന്റെ പ്രവർത്തകനായിരുന്നു. അങ്ങനെ അവിടെ വലിയൊരു വിപ്ലവം തന്നെ, ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായി. അവിടെ വെച്ചാണ്. ആലപ്പുഴ ജില്ലയിൽ കൂടുതലും കമ്മ്യൂണിസ്റ്റുകാരാണല്ലോ. കമ്മ്യൂണിസ്റ്റിന്റെ ഏറ്റവും വലിയ നേതാവിനോട് ഞാൻ ഏറ്റുമുട്ടിയാളാണ്. അവിടുത്തെ പിന്നെ കിടങ്ങറ പാലത്തിൽ RSSന്റെ നേതാവ് വിശ്വംഭരന്റെ തല വെട്ടിവെച്ച മോഹൻലാലിനോട് ഞാൻ എതിർത്തു. ഒരു വലിയ സംഘം ആളുകൾ മോഹൻലാലിന്റെ നേതൃത്വത്തിൽ തന്നെ വളഞ്ഞു. ഒറ്റയ്ക്ക് ഞാൻ നേരിട്ടു. അത് ഇന്നും നാട്ടിൽ ചർച്ചയാണ്. അപ്പോൾ 17ാമത്തെ വയസ്സിൽ അതിനുശേഷമാണ് 18ാമത്തെ വയസ്സിലാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തമായ ഇടപെടൽ നിമിത്തമാണ് ഞാൻ യേശുവിനെ രക്ഷിതാവായി പൂർണ്ണമായി ഹൃദയത്തെ സ്വീകരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലം ഒന്ന് പറയാമോ? ഈ പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിലേക്ക് വരാനുള്ള കാരണം ഞാൻ ഈ പെന്തക്കോസ്റ്റ് പാസ്റ്റർമാരെ കണ്ട അവർ തർക്കിക്കുമായിരുന്നു. നിങ്ങളുടെ ഒന്നും ശരിയല്ല, ഞങ്ങൾ പറയുന്നത് ശരി. അപ്പോൾ അങ്ങനെ എന്നെ സെൻട്രൽ സ്കൂൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു തോമസൂട്ടി പാസ്റ്ററുണ്ട്, പെണ്ണുണ്ടിയ ചർച്ചക്കൂടിൻ്റെ വലിയ നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗവും ഒക്കെ എന്നെ വല്ലാതെ ആകർഷിച്ചു. അദ്ദേഹത്തിൻ്റെ പാട്ടും എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിൽ, അവരുടെ സുവിശേഷ പ്രവർത്തനം. അങ്ങനെ തമ്പിയുടെ നേതൃത്വത്തിൽ ഒരുപറ്റം ആളുകളോട് പെന്തിക്കോസിലേക്ക് പോയി. ആ സമയത്ത് തമ്പിച്ചാനെ ഓടിക്കാൻ 19 പേരെ ഈ തോമസൂട്ടിച്ചാൻ്റെ ഫാദർ ഉൾപ്പെടെ വന്നപ്പോൾ ഞാനും ആ കൂടുതലുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ഒരു കൈ ചാണം ഉണ്ടായിരുന്നു തമ്പിച്ചാൻ എറിയാൻ. പക്ഷേ അതിന് ശേഷം ആണ് എനിക്ക് മാനസാന്തരം ഉണ്ടാകുകയും പാസ്റ്റർ തമ്പി നടത്തുന്ന ബൈബിൾ കോളേജിലേക്ക് 2 വർഷം 91-92 കാലം. പാസ്റ്റർ
ഈ കനാനായ സഭയിലെ വിശ്വാസിയാണല്ലോ. അതെ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ആദ്യമായിട്ട് ഒരു പെന്തക്കോസ്തുകാരന് സുവിശേഷം കേട്ട ഒരു അനുഭവം എന്ന് പറയാമോ? അത് കറിയാച്ചാൻ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ എന്റെ പുറകെ ഇങ്ങനെ നടന്ന് സുവിശേഷം പറയായിരുന്നു. അങ്ങനെ ഇടത്തുവക്കാരൻ. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ അനുഭവത്തിലേക്ക് വരാനുള്ള സാഹചര്യം. അപ്പോ അത് കഴിഞ്ഞ് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പിന്നെ ബൈബിൾ കോളേജിലേക്ക് പോകാൻ. ബൈബിൾ കോളേജ് പഠിച്ചു. ബൈബിൾ കോളേജ് പഠിക്കുമ്പോഴും ഞാൻ ഭയങ്കര സുവിശേഷ പ്രവർത്തനമോ പരസ്യം നടത്തും. ഈ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാനായിട്ട് എന്തായിരുന്നു ഒരു കോളിങ്, ഒരു ദൈവിക കോളിങ് എങ്ങനെയാ അനുഭവപ്പെട്ടു? പരിശുദ്ധാത്മ അവനെ അങ്ങ് നിർബന്ധിക്കുക, നിന്നെ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങാൻ മനസ്സിലിങ്ങനെ പറയുക. പ്രവാചകന്മാരൊക്കെ പറഞ്ഞുണ്ട്. അതൊന്നും ഞാൻ വലിയ കാര്യമൊക്കെ എന്നെ അങ്ങ് ദൈവം നിർബന്ധിക്കുവാണ്. ചെറുപ്പം മുതലേ ആ ഒരു നിർബന്ധം എന്നെ സുവിശേഷ വയലിലേക്ക് ഇറക്കി. അല്ല, ഒരു സുവിശേഷ വേലക്കാരനാകണം എന്നുള്ള ഒരു ചിന്ത എപ്പോഴും മനസ്സിലിങ്ങനെ കിടക്കുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ സുവിശേഷ വയലിലേക്ക് ഇറങ്ങും. ബൈബിൾ കോളേജിൽ ഡിഗ്രികൾ ഒക്കെ പാസ്സായി. അതായത് ഈ സുവിശേഷ വേലയ്ക്ക് പെന്തക്കോസ്റ്റൽ സഭയിലേക്ക് പോയപ്പോൾ വീട്ടിൽ നിന്ന് എതിർപ്പുകളൊന്നും ഭയങ്കര എതിർപ്പുണ്ടായി. പക്ഷേ വീട്ടിൽ എതിർപ്പേ ഉള്ളായിരുന്നു. അപ്പൊ വീട്ടുകാരെ സ്വന്തക്കാർക്കും ഒക്കെ എതിർപ്പുണ്ടായിരുന്നു. പക്ഷേ ഞാനെങ്ങനെയും രക്ഷപ്പെട്ടോട്ടെ, തല്ലിപ്പുള്ളിയാണല്ലോ, എന്നും അടിയും പിടിയും ബഹളവും പ്രശ്നവും എന്നും വീട്ടിൽ മുറ്റത്ത് പിന്നെ ഒരു 5-6 പേര് കാണും, അവനെ തല്ലി ഇവനെ തല്ലി അവിടെ പ്രശ്നം, എങ്ങനെയും അവൻ രക്ഷപ്പെട്ടു പോട്ടെ എന്ന് വിചാരിച്ചു. രക്ഷപ്പെട്ടു പോട്ടെ എന്ന് വിചാരിച്ചു. നന്നായാ മതി. അങ്ങനെയാണ് എന്നെ അവർ വീട്ടുകാർ അനുവദിച്ചത്, അല്ലെ അനുവദിക്കത്തില്ലായിരുന്നു. അതിനുശേഷം പാസ്റ്റർ ബൈബിൾ കോളേജിൽ പോയി പഠനം കഴിഞ്ഞു. പിന്നീടുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾ ആദ്യമൊക്കെ എവിടെയായിരുന്നു? ഞാൻ ബൈബിൾ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ KP വാനാൻ എനിക്ക് മൈക്ക് തന്നു. ആ മൈക്കുമായിട്ട് ഞാൻ ഗ്രാമാന്തരങ്ങളിൽ ഈ പോയി പ്രസംഗിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് എന്റെ പ്രവർത്തനം കണ്ടിട്ട് എനിക്ക് മൈക്ക് വരുന്നതിന് മുമ്പ് മൈക്കില്ലാതെ ഞാൻ പരസ്യവും നടത്തി. അപ്പൊ തന്നെ ഞാൻ ഒരു ആവേശമായിരുന്നു. എന്റെ പ്രസംഗം കേൾക്കാൻ വണ്ടിയൊക്കെ ചവിട്ടി നിർത്തി എന്റെ പ്രസംഗം കേൾക്കുമായിരുന്നു ആളുകളെ. അത്ര നല്ല സുന്ദരമായി പ്രസംഗിക്കുമായിരുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് മൈക്ക് കിട്ടി. മൈക്കും കൊണ്ട് പ്രസംഗം തുടങ്ങി. പിന്നെ സൈക്കിള് KP വാനാൻ എനിക്ക് സ്പോൺസർ ചെയ്തു. അപ്പൊ ഞാൻ സൈക്കിള് മൈക്കുമായിട്ട് പ്രസംഗം തുടങ്ങി. ഈ കവലപ്രസംഗം എത്ര വർഷം തുടർന്നു? കവലപ്രസംഗം വർഷങ്ങളായി ഇപ്പോഴും തുടരുകയാ. ഈ ആദിവാസി കോളനികളിലും സുവിശേഷം എത്താത്ത ഗ്രാമങ്ങളിലും ഒക്കെ വണ്ടിയെ കയറിയ സുവിശേഷം പറയും, ട്രെയിനെ കയറിയ സുവിശേഷം പറയും, ട്രാക്ട് കൊടുക്കും. ആവേശമാണ്. സുവിശേഷം ഒരു ലഹരിയായിരുന്നു എനിക്ക്. അതാണ് എൻ്റെ. അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ ഒരു വെളുപ്പാങ്കാലത്ത് ഞാൻ 5 മണിയാകുമ്പോൾ എഴുന്നേറ്റ് പ്രസംഗം ബൈബിൾ കോളേജിൽ നിന്ന് അവിടെ ചെന്ന് ഞങ്ങളുടെ നാട്ടിൽ ഒരു പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മന്ത്രവാദിയുടെ മോൻ, സുകുമാരി എന്ന് പറയുന്ന മന്ത്രവാദിയുടെ മോൻ ഈ പ്രസംഗം കേട്ട് യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. അദ്ദേഹത്തിന് ആദ്യം വെളിനാട്ട് സ്റ്റേജ് കൊടുത്ത ഞാനാ. എൻ്റെ കൂടെ സഭായോഗത്തിന് കൊണ്ടിരുത്തി പ്രസംഗിക്കാൻ അവസരം കൊടുത്തു. അദ്ദേഹം ഇന്ന് അങ്ങയുടെ നാട്ടിൽ അടിമാലിയിൽ ഒരു ശാരോൺ സഭയുടെ സെൻട്രൽ പാസ്റ്ററാ. അദ്ദേഹത്തിൻ്റെ അവിടെ വന്ന് ഞാൻ പ്രസംഗിക്കാൻ വന്നു. അടിമാലി ഞാൻ വന്നപ്പോൾ രാവിലെ യാക്കോബ് പള്ളിയിലെ പ്രസംഗം, ഉച്ചയ്ക്ക് ഈ പെന്തിക്കോസ് ഇദ്ദേഹത്തിന്റെ പ്രസാദ് പാസ്റ്ററുടെ സഭയിലെ പ്രസംഗം, വൈകിട്ട് നമ്മുടെ സ്നേഹാലയത്തിലെ അവിടെ ജ്ഞാന കത്തോലിക്കർ നടത്തുന്ന വലിയൊരു 500 വൃദ്ധന്മാരെ സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനമുണ്ട്. അവിടെ ഞാൻ പ്രസംഗിച്ചു. അങ്ങനെ അന്ന് അവിടെ ചെന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇന്ന് രാവിലെ യാക്കോബായി, ഉച്ചയ്ക്ക് പെന്തിക്കോസിൽ, വൈകിട്ട് കത്തോലിക്ക സഭയിലെ 10,000-2,500 പേരുടെ യോഗത്തിൽ ഞാൻ പ്രസംഗിച്ച കാര്യവും പറഞ്ഞു. ഞാൻ വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ്. അപ്പൊ പാസ്റ്റർ പഠനം കഴിഞ്ഞതിന് ശേഷം പരസ്യങ്ങളാണ് ആരംഭിച്ചത്. പരസ്യങ്ങൾ ആരംഭിച്ചു. അത് KP വാനാൻ സാർ മൈക്ക് തന്നു. മൈക്കുമായിട്ട് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ സൈക്കിള് ചവിട്ടി യാത്ര ചെയ്തു. പിന്നെ ഞാൻ മഞ്ചേരിയിൽ മലപ്പുറത്ത് പ്രവർത്തനം ബൈബിൾ കഴിഞ്ഞ ഉടനെ മലപ്പുറത്ത് പോയി ഭയങ്കര പ്രവർത്തനം. അവിടെയും പരസ്യവും ഇബിലീസിൻ ചതിയായി വന്നൊരു പാപമകറ്റാൻ ഈ ദുനിയായി ഈസാ വന്നു പിറന്നു എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളെല്ലാം ഈ പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ കൂട്ടത്തോടെ 10-20 അത് ഈ സുറിയാനി സ്റ്റൈലിൽ വേദോസം വായിക്കും. അപ്പോഴത്തേക്ക് സുറിയാനിയും ഈ അറബിയും തമ്മിലൊരു അടുപ്പമുണ്ടല്ലോ. അപ്പോൾ മുസ്ലിംസ് എല്ലാം വളരെ ആകാംക്ഷയോടെ കേൾക്കും. അപ്പൊ ഈ ട്രാക്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഇവരെ നിഷേധിക്കരുത്, ബൈബിൾ കഹാനിയൊക്കെ കൊടുക്കുമ്പോൾ. അപ്പം 10-25 ഉപദേശിമാരുണ്ട്. അപ്പം ഞാൻ അവരോട് ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു. എനിക്ക് അന്ന് ഐഡിയ ഉണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇത് കൊടുക്കുമ്പോൾ അവർ നിഷേധിക്കാതിരിക്കാൻ ഒരു ഐഡിയ ഞാൻ പറയാമെന്ന് പറഞ്ഞു.
ഈ ഇത് കൊടുക്കുമ്പോൾ ഈസാ നബി, മൂസാ നബി, അബ്രഹാം നബി, ദാവീദ് നബി എന്ന് പറഞ്ഞ് കൊടുത്താൽ 2 രൂപയ്ക്ക് കൊടുത്തേക്ക്. ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ആരും മേടിക്കുന്നില്ല. 2 രൂപയ്ക്ക് പിടിച്ചു പറയായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ അവിടെ തന്നെ ഒരു വലിയ വിപ്ലവം സൃഷ്ടിച്ചു. അതായത് മലപ്പുറത്ത് വലിയൊരു വിപ്ലവം നടത്തി. അവിടെ പിന്നെ മുസ്ലിം പ്രസംഗം കഴിയുമ്പോഴത്തേക്ക് ചായയും പിന്നെ ബോണ്ടായും വടയൊക്കെ കൊണ്ടുവരുന്നത് വലിയൊരു അത്ഭുതമാണ്. അപ്പൊ സൈക്കിളിലായിരുന്നോ അവിടെയും സൈക്കിളിൽ പിന്നെ അവിടെ ടീം കിലോമീറ്റർ സൈക്കിളെ ഓട്ടുമായിരുന്നു? അത് രാവിലെ മുതൽ അങ്ങ് തുടങ്ങുക പരിപാടി. ഒരു മടുപ്പുമില്ല. 10, 30, 20 പരസ്യം നടത്താൻ ഒരു മടുപ്പുമില്ല. ആവേശമാണ് സുവിശേഷം. രാവിലെ കഴിക്കണമെന്നില്ല, ഉച്ചയ്ക്ക് കഴിക്കണമെന്നില്ല, കഴിപ്പും കുഴിപ്പൊന്നുമില്ല. ഇതൊരു ഒരു ഒരു ആവേശമാണ്, ലഹരിയാ സുവിശേഷം അറിയിക്കുക എന്നുള്ളത്. കാരണം നിർബന്ധം എന്നെ മേൽ കിടക്കുന്നു എന്നുള്ള പൗലോസിന്റെ വാക്കുകൾ. സുവിശേഷം അറിയിച്ചില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടമെന്നല്ല പൗലോസിന്റെ. ആ ഒരു ആവേശത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ. പിന്നെ മലപ്പുറത്തുനിന്ന് കഴിഞ്ഞ് പിന്നീട് എവിടെയാണ്? അത് കഴിഞ്ഞ് എന്നെ മലപ്പുറത്ത് നിന്ന് ഞാൻ റാന്നി വന്നു. റാന്നിയില് തുണ്ടത്തിലെ പ്രിൻസ് പാസ്റ്റർ ഇപ്പൊ ഇരിക്കുന്ന പ്രിൻസ് പാസ്റ്റർ അറിയാമല്ലോ, ഇവിടുത്തെ ഏറ്റവും വലിയ ബെന്തിക്കോസ് ചർച്ച ന്യൂ ഇന്ത്യ ചർച്ചംകൂടിന്റെ അവിടേക്ക് എനിക്ക് നമ്മുടെ തുണ്ടത്തിലെ പ്രിൻസിന്റെ ഫാദർ ഉള്ള സമയത്താണ്. അവിടുത്തെ അന്ന് ഒറ്റ അസിസ്റ്റന്റ് പാസ്റ്റർമാർ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ അവിടുത്തെ പാസ്റ്ററായിട്ട് ഞാൻ അവിടെ 1 വർഷം അവിടെ പ്രവർത്തിച്ചു. ഞാനായിരുന്നു മുഴുവൻ കാര്യങ്ങളും കൺട്രോള്. അവിടെ ഉള്ളപ്പോഴാണ് ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങൾ. ഞാൻ ഇവിടെല്ലാം റാന്നി മുഴുവൻ പരസ്യവും നടത്തി വരുന്നു. ആവേശോജ്ജലമായ പ്രവർത്തനങ്ങളായിരുന്നു. അങ്ങനെയാണ് ഞാൻ റാന്നി മേനാന്തോട്ടം ആശുപത്രിയിൽ അവിടെ ഡോക്ടർ ശ്രീകരോട് ഇരുന്ന് എനിക്ക് പ്രസംഗിക്കണമെന്ന് പറഞ്ഞു, ആയിരക്കണക്കിന് ആളുകളോട്. അപ്പം ആശുപത്രി ഒരു മുറി ഇരുന്ന് ഞാൻ പ്രസംഗിക്കും. എല്ലാ റൂമിലിരിക്കുന്ന രോഗികൾക്ക് പ്രസംഗം കേൾക്കാം. അങ്ങനെ ഞാൻ ആ ഹോസ്പിറ്റലിൽ പ്രസംഗം ആരംഭിച്ചു. അന്നാണ് ഉണ്ണിയപ്പച്ചൻ്റെ വീട്ടിൽ പോയി. അപ്പച്ചൻ ചോദിച്ചു, പാസ്റ്റർ അത്ഭുതങ്ങൾ നടക്കുന്നു, എൻ്റെ വീട്ടിൽ കപ്പ മുഴുവൻ എലി തിന്നുവാ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ ഒറ്റ പ്രാർത്ഥന ഞങ്ങൾ നടത്തി. പിറ്റേ ദിവസം മുതൽ ഒറ്റ കപ്പൽ എലി തൊട്ടിട്ടില്ല. അങ്ങനെ 25 ആശുപത്രികളിൽ പ്രസംഗം ആരംഭിച്ചു മൈക്കിലൂടെ. മുത്തൂറ്റ്, പൊയ്കാനി, ചിൽഡ്രൻസ്, അങ്ങനെ ഒരുപാട് ആശുപത്രികൾ, കേരളത്തിൻ്റെ പല ആശുപത്രികളിൽ. പിന്നെ ഞാൻ പ്രസംഗം റെക്കോർഡ് ചെയ്ത് കൊടുക്കും, പാട്ടും കൂടെ. ആഴ്ചയിൽ 1 ഞാൻ പോകും. അല്ലാത്തപ്പോൾ നേഴ്സുമാർ ഓൺ ചെയ്യും. ഡെയിലി ആയിരക്കണക്കിന് ആളുകൾ വചനം കേൾക്കും. ഓരോ റൂമിലും കയറി ട്രാക്ട് കൊടുക്കും. പാവപ്പെട്ട ഒരിക്കൽ എനിക്ക് വലിയ അത്ഭുതം തോന്നി. ഒരു മോതിരവയിലുള്ളൊരു ചായൻ, അദ്ദേഹത്തെ പിന്നെ ഇടിവെട്ടേറ്റ് മലതാരം വിട്ട് കിടക്കുക. ഞാൻ ചെന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, എത്ര കുഞ്ഞുങ്ങളാ? എല്ലാം പെൺകുഞ്ഞുങ്ങളാ, ദാരിദ്ര്യം വേട്ടയാടുന്നത്. എൻ്റെ കയ്യിലുള്ള മുഴുവൻ പൈസയും എടുത്തു കൊടുക്കാൻ ദൈവം എനിക്ക് പ്രേരണ തന്നു. എൻ്റെ കയ്യിൽ ആ ആഴ്ച കഴിക്കേണ്ട മുഴുവൻ പൈസ, കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, മുഴുവൻ പൈസയും അദ്ദേഹം നെഞ്ചത്ത് കൈ വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് മുഴുവൻ പൈസ എടുത്തു കൊടുത്തു. പക്ഷേ ദൈവം ആർക്കും കടക്കാരനല്ല. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അതിൻ്റെ പലിശ കിട്ടി, അതിൻ്റെ ഇരട്ടി നന്മ കിട്ടി, അതിൻ്റെ പ്രൊവിഡൻമെന്റ് കിട്ടി, എല്ലാം കിട്ടി. അങ്ങനെ തണുപ്പിക്കുന്നതിന് തണുപ്പ് കിട്ടും എന്നുള്ളത് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് ഇപ്പോഴും ആശുപത്രികളിലൊക്കെ ഭക്ഷണം കൊടുക്കുകയും സൗജന്യമായി ഭക്ഷണം വിതരണം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊന്നും വലിയ പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, എല്ലാം ദൈവത്തിന്റെ കരങ്ങളിൽ കൂടെ. ഈ ആശുപത്രിയിലെ ഈ പ്രസംഗമൊക്കെ അത് എത്രാമത്തെ വയസ്സിലായിരുന്നു? അത് 21-ാമത്തെ വയസ്സിൽ, 21-ാമത്തെ വയസ്സിൽ, ചെറുപ്രായത്തിൽ തന്നെ ആവേശോജ്ജലമായ. അന്ന് ആ സുവിശേഷ പ്രവർത്തനങ്ങളിൽ നടന്ന അത്ഭുതങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? അന്ന് ആ ആശുപത്രിയിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ നാവിന്റെ കെട്ട് കർത്താവ് അഴിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരാളെ നാക്കിന് ബ്ലോക്കായി ഒരാഴ്ചയായിട്ട് കിടന്ന സാറിന് സൗഖ്യം കിട്ടുന്നുണ്ട്. ആശുപത്രിയിലെ മേലാന്തോട്ടം ആശുപത്രിയിലെ ഹെഡ് നേഴ്സ് അവർക്ക് യേശുവിനെ തൊടാൻ പോകുന്നു എന്ന് പ്രസംഗത്തിന്റെ വചനം പറയുമ്പോൾ സംഭവിക്കുന്ന, നമ്മുടെ കഴിവൊന്നുമല്ല. അവരുടെ തലവേദന മാറി. അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട്. ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇതൊന്നും ദൈവത്തിന്റെ അത്ഭുതകരമായ കരുതലിന്റെ കരങ്ങളാണ്. പിന്നീട് ഈ അവിടുത്തെ പ്രവർത്തന ശേഷം പിന്നീടുള്ള പ്രവർത്തനം എവിടെയാണ്? പിന്നീട് ഞാൻ പിന്നെ സഭകൾ സ്ഥാപിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആലപ്പുഴയിൽ നിന്ന് വീട് വിറ്റ് പോന്നായിരുന്നോ? അല്ല, അവിടെ ഞാനിങ്ങ് പോന്നു. പിന്നെ ഞാൻ കല്യാണം കഴിച്ചു. കല്യാണമാണേലും ഭയങ്കര അത്ഭുതമാണ്. എൻ്റെ വൈഫിനോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നവംബർ 30 കല്യാണം നടക്കുമെന്ന് പറഞ്ഞു. ഒരു ദേവദാസം പ്രാർത്ഥിച്ച് പറഞ്ഞു. എന്നോട് പറഞ്ഞു, ആദ്യം കാണാൻ പോകുന്ന പെണ്ണിനെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് അനുഗ്രഹമായി മാറുമെന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ
ഈ നവംബർ 30 തന്നെ കല്യാണം നടന്നു. അതും എല്ലാം അത്ഭുതം, പെടപെടുന്ന സംഭവങ്ങള്. പിന്നെ ഞങ്ങൾ ഇവിടെ വാടക വീടെടുത്ത് ഇവിടെ റാന്നി വന്ന് താമസിച്ചു, വാടക വീട് വന്ന് താമസിച്ചു. അതും അത്ഭുതം, അതും അത്ഭുതം. അവിടെ വെച്ച് എനിക്ക് പിന്നെ വിദേശ രാജ്യത്ത് പോകാനുള്ള അവസരം ഉണ്ടായി, അത്ഭുതകരമായിട്ട്. നമ്മള് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അങ്ങ് പോവാണല്ലോ. അപ്പൊ ഞാൻ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞപ്പോൾ പാസ്റ്റർ ഇവിടെ റാന്നിയിലായിരുന്നു ആ സമയത്ത്? അല്ല, വിവാഹം കഴിഞ്ഞപ്പോൾ ഞാൻ റാന്നിയിലായിരുന്നു. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, എടി എന്നെ വെളിനാട്ടിൽ നിന്നാൽ ഒന്നിനും ബുദ്ധിമുട്ടില്ല, പക്ഷേ ഇവിടെ നിന്നാൽ വലിയ പ്രതിസന്ധികളുണ്ട്. കാരണം പട്ടിണിയും ബുദ്ധിമുട്ടും ഒക്കെ നേരിടേണ്ടി വരും. പക്ഷേ റാന്നിയിൽ ഒരു പ്രവർത്തനം നമുക്കുണ്ട്. അതുകൊണ്ട് ഏത് പ്രതിസന്ധി വന്നാലും ദൈവം നമ്മളെ കൈവിടത്തില്ല, ദൈവം നമുക്ക് എല്ലാം തരും. വെളിനാട്ടിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമ്മുടെ വീട്ടിലെ, പക്ഷെ അതൊന്നും നമ്മൾ നോക്കണ്ട, നമുക്ക് വിശ്വാസം പുറപ്പെടാന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ അപ്പൻ തന്ന പൈസ ഞാൻ പറഞ്ഞു, കേക്ക് വലുവായും ഒരു 10, അന്നത്തെ സമയത്ത് കാലത്ത് 10-200 രൂപയുടെ സാധനം മേടിച്ചത്, ബാക്കി പൈസ എല്ലാം പോക്കറ്റിൽ ഇട്ടേക്കാൻ പറഞ്ഞു. നമുക്ക് വാടക വീട് എടുക്കണം, വാടകയ്ക്ക് പൈസ കൊടുക്കണം, മറ്റു കാര്യങ്ങൾ ആഴ്ച എൻ്റെ ഒന്നുമില്ല. ആ പാടെ ഒരു 2 പുൽപ്പായും ഒരു തലമണയും 2 എല്ലാം ഒന്നുമില്ല. അതുകൊണ്ട് എല്ലാം നമുക്ക് തരും. നീ എന്നാ പറഞ്ഞു? അവള് പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞു. വിശ്വാസത്താലാണ് പുറപ്പെട്ടത്. ഞങ്ങൾ വാടക വീട് എടുത്തു പട്ടവടത്ത് റാന്നിയിൽ ഐത്തലയിൽ പട്ടവടത്തിൽ വാടക വീട് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, നമുക്ക് ഇവിടെ ഫാദർ ചോദിച്ചു എങ്ങനെയാ കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു, ദൈവം കരുതും. അപ്പൊ എന്നെ ഉണ്ടോ മോനെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, 2-3 ചട്ടിയും കലമൊക്കെ മേടിക്കണം, ഒരു പായുണ്ട്, പുൽപ്പായും തലമണയും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. വലിയ ഗമല ഈ പറയുന്നത്. പക്ഷേ പുള്ളിക്കാരൻ പറഞ്ഞു, എന്നാ അപ്പൊ നീ ഒരു 2 ദിവസം മുമ്പ് ഇങ്ങനെ വരാൻ പറഞ്ഞു. വെള്ളാട്ടിൽ ഞങ്ങൾ ഇവിടെ വന്നു, തെങ്ങേലി വന്നു. തെങ്ങേലി കണ്ണാട്ടിപ്പുഴയില് കല്യാണം ഞാൻ കഴിച്ചിരിക്കുന്നത്. അപ്പൊ തെങ്ങേലി വന്നു. അപ്പോൾ അപ്പ പറഞ്ഞെന്നാ നിങ്ങൾ പുറപ്പെട്ടു എന്ന് പറഞ്ഞു. പുറകെ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഒരു അത്ഭുതം, വലിയ ലോറിയൽ, വലിയ 2 വണ്ടിയൽ വീട്ടിൽപ്പെട്ട മുഴുവൻ സാധനങ്ങളും നോക്കിയോടെ. കിണറിൻ്റെ ആഴം എന്നോട് ചോദിച്ചു. എനിക്കുണ്ടോ പറയാൻ? കിണറിനകത്ത് 2 റൊട്ടിയും കയറ്, ഡള്ളപ്പിൻ്റെ മെത്ത, കട്ടില്, ഡബിൾ കോട്ട് കെട്ട് എന്ന് വേണ്ട 6 മാസം കഴിക്കാനുള്ള ഭക്ഷണ സർവ്വ സംവിധാനമായിട്ട് അവിടെ വന്ന് പ്രസിദ്ധനായ JC ദേവ് ഉൾപ്പെടെ അവിടെ ഉണ്ട്. എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെയാണ് ഞങ്ങളുടെ തുടക്കം. അങ്ങനെ ഇവിടെ റാന്നിയിൽ വന്ന് വാടക വീടെടുത്തു, സുവിശേഷ പ്രവർത്തനം ആരംഭിച്ചു. ഇത് വിശ്വാസമുള്ള പ്രവർത്തനമാണ്, ഒന്നും കയ്യിലില്ല. ഒരു ദിവസം രാവിലെ ആശുപത്രി പ്രസംഗിക്കാനായിട്ട് പോകുമ്പോൾ തലേദിവസം എന്നോട് വൈഫ് ചോദിച്ചു, എങ്ങനെയാ കാര്യങ്ങൾ നടക്കുന്നത്? ഞാൻ പറഞ്ഞു, യഹോവ ഈരേ. ഉടനെ എൻ്റെ ഭാര്യ ചോദിച്ചു, നാളത്തേക്ക് സാധനങ്ങൾ. ഞാൻ പറഞ്ഞു, യഹോവ ഈരേ. ഞാൻ രാവിലെ പോയി ആശുപത്രിയിൽ 1000-ലധികം രോഗികളുടെ മേനാന്തോട്ടത്തിൽ അവൻ നിങ്ങൾക്കായി കരുതുന്ന ദൈവമാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലും അവൻ്റെ മേലിട്ട് ഒൾവീൻ എന്ന് പ്രസംഗിച്ചിട്ട് ഞാൻ തിരികെ വരുമ്പോൾ ഈ പമ്പിൻ്റെ അവിടെ വന്നു. അവിടെ വന്നപ്പോൾ എന്നെ ഒരു സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ വീട്ടിലെ യോഗത്തിന് കണ്ടോന്ന് പറഞ്ഞു. എനിക്കറിയാം, അവിടെ പല പ്രാവശ്യം യോഗത്തിന് പോയിട്ടുണ്ട്. 11:30 ആകുമ്പോൾ അവിടെ യോഗം തുടങ്ങും, ഒരു 3 മണിയാകുമ്പോൾ തീരും. അവിടെ ചെന്ന് കഴിഞ്ഞ് ഒരു കട്ടൻ കാപ്പി ഉണ്ട്, ഒരു ബണ്ണോ റസ്കോ വല്ലതും കിട്ടും. നമ്മുടെ കയ്യിലെ സ്വോത്രകാഴ്ച അവിടെ ഇട്ടേച്ച് പോരണം. 5 പൈസ അവിടെ നിന്ന് കിട്ടത്തില്ല. പക്ഷെ പ്രസംഗത്തോടുള്ള ആവേശം കൊണ്ട് ഞാൻ പറഞ്ഞു, ജോസെ ഞാൻ വന്നേക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ജോസിന്റെ വീട്ടിൽ ഞാൻ വീട്ടിൽ വന്നു. എടി ഒരു കിളി എന്ന് പറഞ്ഞു. അപ്പൊ ഇവള് പറഞ്ഞു, എങ്ങനെ കാര്യങ്ങൾ വീട്ടില്? അപ്പൊ ഞാൻ പറഞ്ഞൊരു പാട്ട് പാടാന്ന് പറഞ്ഞു. ഒന്നും കണ്ടിട്ടല്ല എൻ ജീവിതാരംഭം, വിശ്വാസക്കാച്ചുവെടിയിലത്രേ തന്നിടുന്നേ സ്വർഗ ഭണ്ണാരത്തിൽ നിന്നും ഒന്നിനും മുട്ടില്ലാതെ വണ്ണം. ആരു സഹായിക്കും, ആരു സംരക്ഷിക്കും എന്നുള്ള ഭീതി എനിക്കില്ല എന്നുള്ള പാട്ടും പാടി ഞങ്ങൾ വണ്ടിയെ കയറി. അവിടെ ചെന്ന് പ്രസംഗിച്ചു. അന്ന് രാജീവ് അബ്രഹാം MLA ഉപ്പാപ്പൻ മാത്തുക്കുട്ടിച്ചാനും അന്ന് ആ യോഗത്തിലുണ്ട്. ഞാൻ സ്പ്രിങ്ങിൽ നിൽക്കുന്ന പോലെയാണ് പ്രസംഗിച്ചത്. ഒരു 1 മണിക്കൂറോളം നിന്ന് പ്രസംഗിച്ചു. ആളുകളെല്ലാം ആവേശത്തിലായി. മുമ്പ് പറഞ്ഞ പോലെ ഉണ്ടായിരുന്ന ചില്ലറ പൈസ സ്വോത്രകാഴ്ച ഇട്ടു. അവിടുന്ന് ഈ ബണ്ണും കാപ്പി കുടിച്ച്, കട്ടൻ കാപ്പിയാ, ചായ ഒന്നുമല്ല, അട്ടിയും കാപ്പി കുടിപ്പ് ഞങ്ങൾ പോരുമ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു, വീണ്ടും ആ പാട്ട് പാടാൻ പറഞ്ഞു. അന്ന് എനിക്ക് അഡ്രസ് ഒന്നും ആയിട്ടില്ല. കാവുങ്കിലെ മാമുക്കിലെ അവറാച്ചാൻ്റെ കടയാണ് എൻ്റെ അഡ്രസ്സും. അവിടെ വന്നു. അപ്പം അവറാച്ചാൻ എന്നെ കൈ വിട്ട് വിളിച്ചു. ചേതൊക്കെ സ്കൂട്ടർ എനിക്ക് വരുന്ന കണ്ടപ്പോൾ ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഒരു കവർ എടുത്തു തന്നു. ആ കവറിൽ അഡ്രസ്സ് പോലും എഴുതാതെ ഒരാൾ കഷ്ടപ്പെട്ട് ദൈവവേല ചെയ്യുന്ന നിങ്ങൾക്ക് എന്ന് പറഞ്ഞ് 1000 രൂപ
അയച്ചു വന്നിരിക്കുന്നു. Praise the Lord. അങ്ങനെ അത്ഭുതങ്ങളുടെ ദൈവത്തെ 1000 വട്ടം ഞാൻ 1000 രൂപ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് നല്ല വിലയുണ്ട്. പിന്നെ അന്നത്തെ കാലത്ത് നല്ല വിലയുണ്ടെന്നല്ല, നൂലെ കെട്ടി ഇറക്കി തരും ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ അനുഭവമാണ്. മഞ്ചേരി ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഒരു ദൈവദാസൻ ജോൺസൺ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹം ഞങ്ങൾ പരിശോധന നടത്തുക. അപ്പോൾ എൻ്റെ കാലിൽ ചെരുപ്പിന്റെ വള്ളി പൊട്ടിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ചെരുപ്പ് മേടിക്കാനോ അന്ന് ബന്ധാ, നടക്കാനും വയ്യ, കടയും തുറന്നിട്ടില്ല, കയ്യിൽ പൈസയും ഇല്ല അന്നത്തെ കാലത്ത്. പക്ഷേ ആ സമയത്ത് ഒരു ചെരുപ്പ് കമ്പനിക്കാരൻ ആ വഴി വന്നു. ഈ ജോൺസൺ പാസ്റ്ററെ പരിചയമുണ്ട്. അദ്ദേഹം വണ്ടി അങ്ങോട്ട് ചവിട്ടി നിർത്തി. നിങ്ങൾ എങ്ങോട്ടാണ്? നമ്മൾ ഇന്നിടത്തോട്ടാ, കയറിക്കോ, ഞങ്ങൾ അങ്ങോട്ടാണ് പറഞ്ഞു. ഞങ്ങളെ കയറ്റി. ഇറങ്ങാൻ നേരത്ത് കച്ചവടമൊന്നും നടക്കുന്നില്ല, ദിവാസന്മാർ പ്രാർത്ഥിക്കണമെന്ന്. ഓരോ ജോഡി ചെരുപ്പ് ഞങ്ങൾക്ക് 2 പേർക്കും നൂലെ കെട്ടി ഇറക്കി തരും ദൈവം ഉണ്ട് എന്ന് ചോദിച്ചാൽ നൂലെ കെട്ടി ഇറക്കി തരും ദൈവമുണ്ട്. എൻ്റെ അപ്പൻ്റെ പെങ്ങളും മദ്രാസിൽ പെങ്ങളും മൂലൂടെ വന്നു. ഇവിടെ നമ്മുടെ തിരുവല്ല സ്റ്റാൻഡ് വെച്ച് എന്നോട് ചോദിക്കുക, എടാ നീ എങ്ങനെയാണ് ജീവിക്കുന്നത്? ഞാൻ പറഞ്ഞു വിശ്വാസത്താൻ. അപ്പോൾ എന്നോട് ചോദിക്കുക, നൂലെ കെട്ടി ഇറക്കി തരുവോടാ? ഞാൻ പറഞ്ഞു നൂലെ കെട്ടി ഇറക്കി തരുമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തെങ്ങയിൽ കൊച്ചുപദേശി വന്നിരിക്കുവോ. എടാ മോനെ സമയം എന്നാന്ന് ചോദിച്ചു. ഞാനിങ്ങനെ നോക്കി, പണ്ട് വാച്ച് കിട്ടുന്ന, പിന്നെ നിന്റെ കയ്യിലെ വാച്ച് എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു അപ്പച്ച വാച്ചില്ലല്ലോ. നിന്റെ കയ്യിലെ വാച്ച് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഈ കാലത്താരെ അപ്പച്ച, ഈ പഴയകാലത്ത് വാച്ച് കിട്ടുമെന്ന് ചോദിച്ചു. ഉടനെ അപ്പച്ചൻ പറയുവാണ്, കയ്യിലെ വാച്ച് ഉരുട്ടി പറയുക, എടാ എൻ്റെ മകൻ കുരിയച്ചൻ കുവൈറ്റിൽ നിന്ന് കൊണ്ടുവന്ന വാച്ചാ, ഇടറാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഒക്കത്തില്ല, നിന്റെ കൈ ഇടറാന്ന് പറഞ്ഞു. നീട്ടി ഇട്ട് കഴിഞ്ഞാൽ പറഞ്ഞു നീ ദൈവത്തിന് മഹത്വം കൊടുത്തോന്ന് പറഞ്ഞു. 3 പ്രാവശ്യം പറഞ്ഞു. അപ്പച്ചൻ അടുത്ത വണ്ടിയെ ചാടി കയറിപ്പോയി. എൻ്റെ അച്ഛൻ്റെ പെങ്ങളും മോളും അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെ ഒരുപാട് അനുഭവം. നൂലെ കെട്ടി ഇറക്കി തരുമെന്ന് ചോദിച്ചാൽ നൂലെ കെട്ടി ഇറക്കി തരുന്ന ദൈവത്തിന്റെ മഹാശക്തി എൻ്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ എനിക്ക് 1,00,000 അത്ഭുതം പറയാനുണ്ട്. 1,00,000 അത്ഭുതം. അതാണ് എൻ്റെ അനുഭവം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വന്ന് താമസം ആരംഭിച്ചു. പിന്നീട് സുവിശേഷ ഈ കവലപ്രസംഗമാണ് കൂടുതലും അല്ലെ? കവലപ്രസംഗം തന്നെയാണോ? പിന്നെ ഞാന് പിന്നീടുള്ള സുവിശേഷ പിന്നെ ഈ പിന്നെ സഭകൾ ആരംഭിച്ചു. എനിക്ക് ഭൂമിയിലെ ശേഷം ദൈവത്താൽ പ്രേരിതരായ സ്ലീഹന്മാർ പോയി ജാതികളിടയിൽ പൂതല സീമയതോളം നല്ലവൻഗേല്യോൻ. ഈ പാട്ട് കേട്ടാ ഞാൻ വളർന്നത്. അപ്പം ഈ വലിയ മഴ പെയ്യുമ്പോൾ ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന പോലുള്ളൂ. പിന്നെ സുവിശേഷം അറിയാവുന്നവരുടെ സുവിശേഷം വിതരണം എന്നെനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ സുവിശേഷം എത്താത്ത ഗ്രാമാന്തരങ്ങളിലോട്ട് പ്രവർത്തനം ആരംഭിച്ചു. പല സ്ഥലങ്ങളിൽ ഞാൻ വിജാതികളായ ആളുകളെയാണ് വിശ്വാസിക്കൊണ്ടിട്ടുള്ളത്. അത് ദളിത് കമ്മ്യൂണിറ്റിപ്പെട്ടവരും അങ്ങനെ വിജാതികളായ ആളുകളുടെ ഇടയിലാണ് എൻ്റെ പ്രവർത്തനം. വർഷങ്ങൾ പ്രവർത്തിച്ചു. എനിക്ക് സുറിയാനിക്കാരുടെ പ്രവർത്തിച്ചാൽ കോടീശ്വരനാകാമായിരുന്നു. പക്ഷെ ഞാനത് ശ്രദ്ധിച്ചില്ല. അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് വ്യത്യസ്തമായി വിജാതികളുടെ ഇടയിൽ പ്രവർത്തിച്ചു. ഉദാഹരണത്തിന് വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. റാന്നി ടൗണിൽ തന്നെ ഞാൻ സഭ ആരംഭിച്ചു. അതെല്ലാം വിജാതികളായ ആളുകളായിരുന്നു. ബിജിലി പനവേലിയും രാജു എബ്രഹാം MLA വന്ന് ഉദ്ഘാടനം ചെയ്യാനായിട്ട് വന്ന സംഭവമുണ്ട്. അവരും വന്ന് പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ റാന്നിക്കടുത്ത് ചിറക്കപ്പടി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ചിറക്കപ്പടിയിൽ ഞാനൊരു ഒരു സഭ സ്ഥാപിച്ചു. ഞാനവിടെ പോയി പ്രവർത്തനം ആരംഭിച്ചു. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു പയ്യൻ കൈ പൊട്ടി അളിഞ്ഞിരിക്കുക. സകല ആശുപത്രി, നല്ല ഗായകനാ. അവനെ സകല ആശുപത്രി പരിശോധിച്ചിട്ട് അവന് സൗഖ്യം കിട്ടുന്നില്ല. പക്ഷേ നമ്മൾ സഭയായി ഒരുമിച്ച് പ്രാർത്ഥിച്ചവന് പൂർണ്ണ സൗഖ്യം കിട്ടി. അവൻ്റെ അപ്പന് 1.5 കാലേ ഉള്ളൂ. അവൻ്റെ വീട്ടിൽ പോയി ഭയങ്കര യോഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു കുടില. അവിടെ ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞു ഇതോ അത്ഭുതം സംഭവിക്കാൻ പോകുന്നു, ഇതോ നൂലിൽ കെട്ടി വെന്നിച്ചാലൊരു വീട് ദൈവം തരാൻ പോകുന്നു പറഞ്ഞു. അത്ഭുതങ്ങൾ അവിടെ നടന്നു. 3 മാസത്തിനുള്ളിൽ അയാൾക്ക് വീട് കിട്ടി. ഒരാളെ സ്പോൺസർ ചെയ്തു. അങ്ങനെ അതൊക്കെ വിരിച്ച് പറയാനുണ്ട്. അവിടെ 80 പേരെ വിശ്വാസത്തിൽ കൊണ്ടുവന്നു. 13 ദിവസം കൊണ്ടൊരു ഹോള് പണിതു. 13 ദിവസം കൊണ്ട് സ്ഥലം ഞാൻ മേടിച്ചു കൊടുത്തു. ഹോള് പണിതു. ശവക്കോട്ടം മേടിച്ചു കൊടുത്തു. ചുരുക്കി പറഞ്ഞാൽ അതെല്ലാം അത്ഭുതമാണ്. കാരണം അവിടുത്തെ ഇമാം, തൃക്കോമലയിലെ ഇമാം, CMSന്റെ ബിഷപ്പ് അടക്കം, ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹിക നേതാക്കന്മാരടക്കം എൻ്റെ മീറ്റിങ്ങിൽ വന്നു പണ്ട്. പക്ഷേ ഞാൻ എൻ്റെ പ്രസംഗം കഴിഞ്ഞ് വചനം പ്രസംഗിക്കാനുള്ള അവസരം കൊടുത്തു കഴിഞ്ഞ് ഓരോ ആശംസ മാത്രമേ എല്ലാ പ്രമുഖർക്കും കൊടുത്തുള്ളൂ. കാരണം ഞാൻ അവിടെ എല്ലാം ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ കേരളത്തിൽ പലയിടത്തും സഭകൾ ആരംഭിച്ചു. ഒരുപാട് സഭകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഞാൻ ഒന്നും പറയുന്നില്ല. കാരണം
അതെല്ലാം ഏതെങ്കിലും ഗ്രൂപ്പിനോട്ട് പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എനിക്കിതൊന്നും വലിയ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മാധ്യമ പ്രവർത്തനങ്ങളിലേക്ക്, പത്രപ്രവർത്തനത്തിലേക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഞാൻ സ്വതന്ത്രമായ പ്രവർത്തനമാണ്. സ്ഥലങ്ങളിൽ ചെന്ന് സുവിശേഷം എത്താത്ത ഗ്രാമങ്ങളിൽ പോയി സുവിശേഷം അറിയിച്ച് അവിടെ ഒരു കൂട്ടായ്മ ആരംഭിക്കും, ഏതെങ്കിലും ഒരു സഭകൾക്ക് വിട്ടുകൊടുക്കും. അല്ല, എനിക്ക് ഇന്നൊന്നും എൻ്റെ ഒരു തലപ്പത്തായിരിക്കണമെന്നൊന്നും വലിയ ആഗ്രഹം. പിന്നീട് ഈ സുറിയാനി ക്രിസ്ത്യാനികളുടെ ഇടയ്ക്ക് കൂടുതൽ പ്രവർത്തിച്ചിട്ടില്ല. ആദ്യം അങ്ങനെ പ്രവർത്തിച്ചിട്ടില്ല. അങ്ങനെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ കോടീശ്വരനാകാമായിരുന്നു. ക്രിസ്ത്യാനിയുടെ ഇടയിൽ നടന്നത് നമുക്ക് അമേരിക്കയിൽ പോകാം, പേർഷ്യയിൽ പോകാം, വലിയ സഭയുടെ ചാർജ്, അതിനൊക്കെയുള്ള കഴിവ് എനിക്കുണ്ട്. ഇവരൊന്നും വിചാരിക്കുന്നില്ല. പക്ഷെ ഞാൻ അതിനൊന്നും ശ്രമിച്ചില്ല. എനിക്ക് സ്വർഗത്തിൽ പോകണം. സുവിശേഷത്തിന് വലിയ പക്വതനാണെന്ന് നടിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. പക്വതനായത് നടിക്കുന്നവരൊക്കെ ഉള്ള പോലെ പറയും. ആരെയും ഭയമില്ല. മനസ്സിൽ വെക്കുന്ന പരിപാടി ആരോടും വിരോധമില്ല. അന്നേരം പറഞ്ഞു, അന്നേരം തീർന്നു. ശത്രുക്കളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അയ്യോ, ശത്രുക്കളെ തുടക്കം മുതലേ നമുക്കിട്ട് പാര വെക്കാനുള്ള ആളുകളാ ഉള്ളത്. ഞാനിതൊന്നും മൈൻഡ് ചെയ്യത്തില്ല. അല്ല, പേര് പറയണം നിർബന്ധമില്ല, എങ്കിലും പറയാൻ പറ്റുന്നതാണ്. ഒരുപാട് ആളുകൾ എന്നെ അസൂയപ്പെട്ടിട്ടുണ്ട്. ഞാൻ പൗർഷൻ ചാനലിൽ കയറിയ സമയത്ത് പൗർഷൻ 10 വർഷം ഇന്റർവ്യൂ നടത്തിക്കൊണ്ടിരുന്ന ആളാണ്. 10 വർഷം ഞാൻ സ്വന്തമായിട്ട് ജേർണലിസം പഠിച്ചവനല്ല. ഒരുത്തന് ജേർണലിസ്റ്റ് ഞാൻ 2 പത്രം നടന്നു. 10-25 വർഷം കഴിഞ്ഞ് 2 പത്രം. ഒരു പത്രം ഞാൻ അങ്ങ് കൊടുത്തു. കാരണം ഈ കുമ്മനാട്ടൊക്കെ ചെല്ലുമ്പോൾ എല്ലാവരും ചോദിക്കും 2 പത്രത്തിന്റെ ചീഫ് എഡിറ്ററാണ് വരുന്നത്, നമ്മുടെ ഉദ്ദേശിമാര് പറയുന്ന. അപ്പം നമ്മളെ ഇതായിട്ട് അല്ല, 2 പത്രത്തിന്റെ ചീഫ് എഡിറ്റർ ഒരു പത്രം കൊടുത്തേക്കാന്ന് വെച്ചു. അപ്പൊ ഈ വീട് വെച്ച സമയത്ത് ഒരു പത്രം അങ്ങ് കൊടുത്തു. രണ്ടാമത്തെ പത്രമാണെങ്കിൽ ഞാൻ അങ്ങ് നിലനിർത്തിക്കൊണ്ട് പോകും. വചനഘോഷണം എന്നതിന്റെ പേര്. അത് ഭയങ്കര ഈ ഇന്ത്യയിൽ എന്ന ലോകം ശ്രദ്ധിക്കുന്ന പത്രമാണ്. പെന്തക്കോസ് ലോകത്തെ, ക്രൈസ്തവ ലോകത്തെ ഏറ്റവും വലിയ വെല്ലുവിളികളെ ചുരുട്ടിക്കെട്ടിയത് പത്രം വചനഘോഷണമാണ്. അത് പെന്തക്കോസ് നേതാക്കന്മാർക്കെതിരെ ഒരു വലിയ മാധ്യമ പ്രവർത്തകൻ, അന്ന് ഇപ്പോൾ അദ്ദേഹം ഭൂമിയിലില്ല, അതുകൊണ്ട് പേര് ഞാൻ പറയുന്നില്ല, ഡിവെൻഡർ എന്ന് പറഞ്ഞ പത്രത്തിലൂടെ. അപ്പൊ ഇവരെല്ലാം പേടിത്തൊണ്ടന്മാരാണ്. അമേരിക്കയിൽ നിന്നും പേർഷ്യയിൽ നിന്നൊക്കെ ഇവന് ലക്ഷക്കണക്കിന് രൂപ കൊടുക്കും. 5 ലക്ഷം 10 ലക്ഷം ഒക്കെ കൊടുക്കും. കാരണം ഇവന്റെ പ്രശ്നങ്ങൾ, ഇവനെല്ലാം കുഴപ്പക്കാരാ. കാരണം പെന്തിക്കോസിനകത്ത് 2 കെട്ടിയവനും 3 കെട്ടിയവനും തലകുത്തി നടക്കുന്നവനും വെള്ളമടിക്കുന്നവനും കൊട തെറ്റിയവനും ഒക്കെ ഉണ്ട്. മരത്തിൽ നിന്ന് വീണവന് ഉപദേശി, മീശ പഠിച്ചാൽ ഉപദേശി, റബ്ബർ വെട്ടുന്നതിന് ഉപദേശി, സൂചിയുടെ വേലയ്ക്ക് കോളിംഗ് ഇല്ലാത്തവരെല്ലാം ഉപദേശിമാരായിട്ട് തീർന്നിരിക്കുന്ന ഒരു ലോകമാണ്. അപ്പം ഈ പെരുമ്പാവൂരിൽ നടക്കുന്ന ഒരു പത്രം ഈ തിന്മകൾക്കെല്ലാം എതിരെ എഴുതും. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് അവനെ നേരിടാൻ ഇവിടുത്തെ ഒരു പത്രക്കാർക്കും ധൈര്യമില്ല. അപ്പം പാസ്റ്റർ KC യോട് പറഞ്ഞു, ഓസട്ടി പാസ്റ്റർക്ക് അല്ലാതെ ഒരുത്തിനും ധൈര്യമില്ല, വചനഘോഷണം ഈ തിന്മയ്ക്കെതിരെ പോരാടണമെന്ന് പറഞ്ഞു. ശരി. അപ്പം ഞാനന്ന് പൗർഷൻ ഇന്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പം ഞാൻ ഗ്രിഗോറിയോസ് തിരുമേനി ഇന്റർവ്യൂ ചെയ്തു. കാരണം കൂടെ വേണം, ജ്ഞാനായ സമുദായത്തിലെ ഗ്രിഗോറിയോസ് തിരുമേനി ഇന്റർവ്യൂ ചെയ്തു. അപ്പം ഞാൻ സാർ പിതാവേ എന്ന് വിളിച്ചു. അപ്പോൾ പിതാവേ എന്ന് വിളിച്ചു. പിന്നെ അപ്പം അങ്ങനെ വിളിച്ചപ്പോൾ പിതാവേ എന്ന് തിരുമേനി എന്ന് വിളിച്ചു. നീ എന്നെ ബാലം വിളിച്ചു ചോദിക്കുക, തിരുമേനി എന്തിനാ വിളിച്ചത്? ഞാൻ പറഞ്ഞു, എല്ലാവരും തിരുമേനി എന്ന് വിളിക്കുന്നു. പിന്നെ പിതാവേ എന്ന് വിളിച്ചു. നമ്മൾ ഒത്തിരി വിശ്വാസികളുടെ പിതാവ്, അതുകൊണ്ട് അപ്പൊ അതൊന്നും ശരിയായ നടപടിയല്ല. ഞാൻ പറഞ്ഞു, എനിക്ക് ശരിയായ നടപടിയാ, ഞാൻ തനിക്കെതിരെ എഴുതും. അപ്പം അതിനു മുമ്പ് തന്നെ ഞാനൊരു 10 മാസം ഇവനെതിരെ എഴുതി. ഇവന്റെ മൊത്തം ലോകം മുഴുവൻ ഇവന്റെ ഒരു പത്രം ഇറങ്ങിയാൽ 10 ലക്ഷം പേരാ കാണുന്ന ആ കാലഘട്ടത്തിൽ. എന്ന് പറഞ്ഞാൽ ഇവരെ പേടിച്ചിട്ട് അമേരിക്ക, പേർഷ്യ, ഈ എല്ലാ നേതാക്കന്മാർ ലക്ഷക്കണക്കിന് കൊണ്ട് കൊടുക്കുന്നത്. പക്ഷേ ഞാൻ വഴങ്ങിയില്ല. കാശ് വിട്ട അവൻ ഇഷ്ടം പോലെ കാശ് കിട്ടും. അതുകൊണ്ട് പെരണ്ട ഉപദേശിമാർ ഇവന്റെ പേര് കേൾക്കുമ്പോഴേ വരുന്നത്. അവനോട് എതിർക്കാൻ ഇവിടുത്തെ പെന്തക്കോസ് ലോകത്തിൽ ഒരു പത്രക്കാർക്കും ധൈര്യമില്ലായിരുന്നു. ഞാൻ രംഗത്ത് വന്നു. ദാവീദിനെ പോലെ ഓലിയാത്ര ഞാൻ വീഴ്ത്തരാമെന്ന് പറഞ്ഞു. ഞാൻ രംഗത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവന്റെ കാലാടാൻ തുടങ്ങി, ഏപ്പാടാൻ തുടങ്ങി ധൈര്യമായിട്ട്. കാരണം ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്ന ആളാ, മണിക്കൂറുകൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ആളാ, വിശ്വസിക്കുന്ന ആളാ. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് വലിയ പ്രതിഭ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവന് ഞാൻ പറഞ്ഞു, നീ പോയി പണി നോക്കാൻ പറഞ്ഞു. എൻ്റെ പത്രപ്രവർത്തനത്തിലൂടെയാണ് അവൻ്റെ പിന്നെ ഡിവെൻഡർ പൂട്ടുന്നതും ജനങ്ങൾ അവനെതിരെ വരുന്നതും കുഴച്ചിലായി. പൂട്ടി കെട്ടിച്ചു. അത് ഞാൻ യുദ്ധത്തിനിറങ്ങിയാൽ മുസാദിന്റെ കാര്യം പറഞ്ഞ പോലെ, ഷിൻബെറ്റിന്റെ കാര്യം പറഞ്ഞ പോലെ, യുദ്ധത്തിലിറങ്ങിയാൽ യുദ്ധം ജയിച്ച് ഞാൻ മടങ്ങും. അത് ദൈവത്തിന്റെ ഒരു കൃപ എനിക്കുണ്ട്. പ്രാർത്ഥന തോറ്റുപോകാത്ത ആയുധം എന്ന സുറിയാനി സഭയുടെ പിതാക്കന്മാർ പറഞ്ഞത്. അമേരിക്കയുടെ ആയുധം തോക്കും, റഷ്യയുടെ ആയുധം തോക്കും, ഇസ്രായേലിന്റെ ആയുധം തോക്കും, പക്ഷെ പ്രാർത്ഥന തോറ്റുപോകാത്ത ആയുധമാണ്. പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ഞാൻ പ്രാർത്ഥനയിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ പൗർഷിൽ 10 വർഷം
സകലരെ ഇന്റർവ്യൂ ചെയ്യാൻ ദൈവം എനിക്ക് അവസരം ഒരുക്കി. പാസ്റ്റർ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള പ്രശസ്തന്മാരായിട്ടുള്ള ആളുകളെ കുറിച്ച് കേന്ദ്രമന്ത്രിമാരെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. പേര് പറയാമോ? നമ്മുടെ പി സി ജോർജ്, അല്ല പിന്നെ പി സി തോമസ്, പിന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി, പിന്നെ 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 കോടിയേരി ബാലകൃഷ്ണൻ, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി ഇന്റർവ്യൂ ചെയ്തത് പിന്നെ നമ്മുടെ പിണറായി വിജയനെ ഇന്റർവ്യൂ ചെയ്തു. പിന്നെ നമ്മുടെ ഉമ്മൻചാണ്ടി ഇന്റർവ്യൂ ചെയ്തു, പിന്നെ കോടിയേരി ബാലകൃഷ്ണൻ ഇന്റർവ്യൂ ചെയ്തു, ഗൗതം മാസ്റ്റർ ഇന്റർവ്യൂ ചെയ്തു, പ്രതിപക്ഷ നേതാവിനെ ഇന്റർവ്യൂ ചെയ്തു. എന്റെ പിന്നെ ഗവർണർ ശ്രീധരൻപിള്ള ഇന്റർവ്യൂ ചെയ്തു. ഞാൻ ഇന്റർവ്യൂ ചെയ്യാത്ത ഒരു മന്ത്രിമാര്, എം പിമാര്, MLA മാരും ഇല്ല. അത്രമാത്രം അത്ഭുതകരമായി സുറിയാനി സഭയിലെ അനേക പിതാക്കന്മാര്, യാക്കോബായുടെ ബാബ, ശ്രേഷ്ഠ കാതോലിക്ക, 20 ലക്ഷം ജനങ്ങളെ നയിച്ച ശ്രേഷ്ഠ കാതോലിക്ക ബാബായ ക്ലീമീസ് കർദിനാളിനെ വരെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് മഹാഭാഗ്യം എനിക്കുണ്ടായി. എന്നോട് ദൈവം പറഞ്ഞു, ഞാൻ ഇന്റർവ്യൂ ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇത് എങ്ങനെയാണ് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. എനിക്ക് കാരണം എന്നോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ ക്രൈസ്തവ നേതാക്കന്മാരെയും പ്രമുഖരെയും ഇന്റർവ്യൂ ചെയ്യാൻ എൻ്റെ ആത്മാവ് നിന്നെ കണ്ടിരിക്കുന്നു. ഒരു ഇന്റർവ്യൂ കണ്ടിട്ടില്ലാത്ത ഞാൻ ഇന്റർവ്യൂ എന്താണെന്ന് അറിയാൻ വയ്യാതെ ബ്രിട്ടാസിനേക്കാൾ ഭംഗിയായി ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ദൈവം എൻ്റെ കാര്യങ്ങളെടുത്ത്. എൻ്റെ നാവിന്മേൽ ദൈവത്തിൻ്റെ അഭിഷേകമുണ്ട്, ദൈവം എൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് എന്നെ കൊണ്ട് സാധിക്കുന്നത്, എൻ്റെ കഴിവുകൾ കൊണ്ടല്ല. ജേർണലിസം പഠിക്കാത്ത എനിക്ക് ജേർണലിസത്തിന് സർട്ടിഫിക്കറ്റ് ഒരുത്തം കൊണ്ട് തന്നിരിക്കുന്നു, 99%. ഞാൻ ഇവിടെ അടുത്ത് മാറ്റിക്കങ്ങാണ്ട് വെച്ചിട്ടുണ്ട്. അവന് ലൈസൻസും ലൈസൻസ് എടുത്തു കൊടുത്തേരാ, പത്രത്തിൽ ലൈസൻസ്. അപ്പം ഇതൊന്നും ഞാൻ സ്വയമല്ല, എല്ലാം ദൈവത്തിന്റെ കരുണയാൽ. അതായത് രാഷ്ട്രീയ നേതാക്കന്മാരെ, MP-മാരെ, MLA-മാരെ അവരുടെ വീട്ടുകളിൽ പ്രാർത്ഥിക്കുന്നു. ആ ആന്റവാനിയുടെ വീട്ടിൽ 12 പ്രവാചകന്മാരെ കൊണ്ടുവന്ന് പ്രാർത്ഥനാ യോഗം നടത്തി. ഞാൻ എന്റെ നേതൃത്വത്തിൽ നടത്തിയത്. ആന്റവാനിയോട് വിളിച്ചു ചോദിക്കേ, അതിന് വീഡിയോ ഉണ്ട്. ആ വീഡിയോ എല്ലാം യോഗം നടക്കുമ്പോൾ ഞാനിത് പറയുന്നുണ്ട്. ഇവിടുത്തെ എന്നെ സൈച്ചറിയാന്റെ വീട്ടിൽ പോയി ഞാൻ സൈച്ചറിയ 1.5 മണിക്കൂർ പ്രാർത്ഥന നടത്തി. അതിന്റെ ഫലം 1 മണിക്കൂറിനുള്ളിൽ നടന്നു. ആന്റി എന്നെ അന്നേരം വിളിച്ചു, സൈച്ചറിയന്റെ വൈഫ്. വാസ്തുവേ ദൈവം അത്ഭുതം പ്രവർത്തിച്ചത്. അങ്ങനെ എത്രയോ, ഞാൻ പേര് പറയുന്നില്ല, എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാരുടെ തലയിൽ, MP-മാരുടെ തലയിൽ കൈവച്ച്, MLA-മാരുടെ തലയിൽ കൈവച്ച്, ഉന്നതരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ എനിക്ക് അവസരങ്ങൾ ദൈവം തന്നു. ഇതൊന്നും എൻ്റെ കഴിവല്ല, ദൈവത്തിന്റെ കൃപ. ചിലത് പറയും ഞാൻ രാഷ്ട്രീയ ബന്ധങ്ങളാ. രാഷ്ട്രീയ ബന്ധം വേണ്ടേ? ദൈവദാസന് ഇപ്പോൾ ഒരു പ്രശ്നം വന്നാൽ ഇവിടെ ദേവദാസന്റെ വീട്ടിൽ കള്ളം കയറി എന്ന് കൂട്ടിക്കോ, കള്ളം കയറിയാൽ പോലീസിനെ അറിയിക്കത്തില്ല. അത് രാഷ്ട്രീയമല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇവിടെ രാഷ്ട്രീയ ബന്ധം ഉള്ളത് കൊണ്ട് ജപ്തി നോട്ടീസും കൊണ്ടുവരും ഒത്തിരി പാസ്റ്റർമാര്. അവരുടെ വീടിന് ജപ്തി ചെയ്തു, ഒത്തിരി ദൈവമക്കളെ വരും. എന്റെ വീടിന് പാസ്റ്റർമാർ എല്ലാ ജാനാജാതി മതസ്ഥരെ എന്നെ കാണാൻ വരും. ഉടനെ ഞാൻ മന്ത്രി വാസുവിൻ്റെ അടുക്ക പോകും, ഗതികെട്ടവനാ, ഉടനെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ മന്ത്രി സൈച്ചറിയാൻ്റെ എടുക്കും, രാജീവ് ബ്രാൻ്റെ എടുക്കുക ചേർന്ന്, ഉദയഭാനു സഖാവിൻ്റെ എടുക്കും, PJ കുര്യൻ സാറിന്, ഇവരെല്ലാം ഞാൻ ചെല്ലുമ്പോൾ കാര്യം സഹായിച്ചു കൊടുക്കും. എന്തുകൊണ്ടാണ്? നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ ഇതല്ല. ഇതാണ് കഴിഞ്ഞ ദിവസം ഒരാൾ 9 ലക്ഷം രൂപ ആശുപത്രിയിലായി. അവരെന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞൊരു കാര്യം, അക്ഷയ ചന്ദ്രേശ്വരി, അതിൽ ഞാൻ രാജീവ് ബ്രാവിനോട് പറഞ്ഞു, സാറേ ഒന്ന് സഹായിക്കണം. രാജീവ് ബ്രാവൻ വിളിച്ചു പറഞ്ഞു, 3.25 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ഫണ്ടിൽ നിന്ന് അവരടിച്ചു. പിന്നെ ചികിത്സാ സഹായം. അങ്ങനെ എന്തെല്ലാം വകുപ്പുകളെ ഗവൺമെന്റിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് നാട്ടുകാർക്ക് ചെയ്യാൻ ദൈവം സാധിച്ചൊരുക്കുന്നു. ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ സമയത്ത് അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം. ഞാൻ സത്യത്തിൽ ഈ ജീവകാരുണ്യ പ്രവർത്തനമൊക്കെ ചെയ്യുന്നത് എനിക്കിതിന് സന്തോഷമാണ്. ഞാൻ പിന്നെ ചുക്കൻകുനി ആ സമയത്ത് എനിക്ക് ആക്സിഡന്റ് എനിക്ക് 2 ആക്സിഡന്റ് 2 ആക്സിഡന്റ് ദൈവം എന്നെ രക്ഷിച്ചു. അപ്പോൾ ഒന്ന് കാറപകടം ഉണ്ടായി. കാറപകടം എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ കാറിൻ്റെ 4 വീലും മുകളിൽ 4 ഡോറും അടക്കിയിരിക്കുന്നു. പക്ഷേ ഞാൻ അത്ഭുതകരമായി രക്ഷപ്പെട്ട് പുറത്തേക്കുന്നു. സ്വർഗീയ മാലാഹ എന്നെ പുറത്തിറക്കി നിർത്തുന്നു. 12 ആഴ്ച ഉള്ള കുഴിയിൽ പോയി ദൈവത്തിന്റെ മാലാഹ ഇറങ്ങി വന്ന് എന്നെ രക്ഷിച്ചു. അതൊരു വലിയ അത്ഭുതമാണ്. അതുപോലെ എനിക്ക് ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായി. അത് ബൈക്ക് ആക്സിഡന്റ് ഉണ്ടാകുന്ന സമയത്ത് ഞാനിപ്പം മർത്തോമായില്ല, മർത്തോമ ആശുപത്രി കിടക്കുക. അപ്പം എനിക്ക് ആരാണ്ട് പറഞ്ഞു, തോമസ് കുട്ടി പാസ്റ്റർ ചത്തുപോയെന്നു, തട്ടിപ്പോയെന്നു. പലരും സന്തോഷിക്കുന്നുണ്ടെന്ന് 1-2 പേര് വിളിച്ചു പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഈ അപകടം ഒരു ആഘോഷമാക്കണം. അന്ന് ഞങ്ങളുടെ ജ്ഞാനായ സഭയിലെ വലിയ പത്രാപ്പൊലിത്തായിട്ടിരിക്കുന്ന ഇപ്പോഴത്തെ സേവൂർ സിനിമയെ ഞാൻ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ആശുപത്രിയില്ല. അപ്പം ഞങ്ങൾ നിരന്തരം ബന്ധപ്പെടുമായിരുന്നു ബന്ധിക്കൂസിലായിരിക്കുന്നെങ്കിൽ. അപ്പം തിരുമേനി എന്നെ കാണാനായിട്ട് ചെറിയല്ലേ കോറപ്പിസ്കോപ്പ് അച്ഛനുമായിട്ട് അവിടെ വന്നു. അപ്പോൾ അത് ഒരു പടം ആരോ ഇട്ടു. ഇത് ഭയങ്കര വിവാദമായി. ലോ മുഴുവൻ ഏതാ തോമസ് പാസ്റ്ററെ കാണാൻ തിരുമേനി ചെന്നു, ആർച്ച് ബിഷപ്പ് ചെന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും എന്താ ഉണ്ടെങ്കിലും വിവാദമാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ആ സമയത്ത് എന്നെ കാണാൻ ഷാർജയിൽ നിന്ന് കുറച്ച് പേര് വന്നു. ഒരു 25,000 രൂപയുടെ ചെക്ക്. ഞാൻ പറയും ഈ ചെക്ക് വേണ്ട, ഒരു 100 പേർക്ക് പാവങ്ങൾക്ക്
1000 രൂപയുടെ കിറ്റ് വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പം അവർ 1,00,000 രൂപയുടെ കിറ്റ് ഞാൻ പറഞ്ഞു സാധനം മേടിച്ചിട്ട് ഞാൻ പറഞ്ഞു. അന്ന് എൻ്റെ മുണ്ടെടുത്ത് എനിക്ക് പിന്നെ അപകടം വന്നുകൊണ്ട് എനിക്ക് അന്ന് ഈ ഫാൻ ഇടാനൊക്കത്തില്ല. ഈ 1,00,000 രൂപയുടെ 1000 രൂപയുടെ കിറ്റ് 100 പേർക്ക് വിതരണം ചെയ്യാൻ എൻ്റെ പഴയ വീട്ടിൽ വെച്ച് ദൈവം അനുസരിച്ച് ഇപ്പം പുതിയ വീടും വലിയ സംവിധാനമൊക്കെ ഉണ്ടായി. പക്ഷെ ആ പഴയ വീട്ടിൽ വെച്ച് അത് കൊടുത്തതിൻ്റെ അനുഗ്രഹമാണ് പാവങ്ങളെ സഹായിച്ചത്. പിന്നെ ഈ വെള്ളപ്പൊക്ക സമയത്ത് ഞാൻ ഇവിടെ റാന്നി നല്ല കുട്ടനാട് മുഴുവൻ 8,000 രൂപയുടെ കിറ്റ്, 4,000 രൂപയുടെ കിറ്റ്, അതുപോലെ തന്നെ അതുപോലുള്ള ഒരുപാട് കിറ്റ് പാവങ്ങൾക്ക് കൊടുക്കാൻ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ കൊടുക്കാനാണ് ദൈവം സഹായിച്ചത്. കൊറോണ കാലത്ത് ഒരൊറ്റ ട്രിപ്പ് കോട്ടയത്ത് നിന്ന് വന്ന് 25,000 മാസ്കാണ്. ആദ്യം റാന്നിയിൽ മാസ്ക് വിതരണം കൊടുക്കുന്നത് അലിമുക്ക് കോളനിയിൽ രാജീവ് ഇബ്രാഹിം എംഎൽഎയും നമ്മുടെ അഡ്വക്കേറ്റ് കൊച്ചുമണിച്ചാന് പരച്ചുകൂട്ടിലെ കൊച്ചുമണിച്ചാനും എല്ലാം കൂടെ ഞങ്ങളെല്ലാം കൂടെ കൂടിയാണ് കൊടുക്കുന്നത്. ആദ്യം മാസ്ക് വിതരണം, കുര്യൻ സാർ വന്ന പിന്നെ സാനിറ്ററി വിതരണം, പച്ചക്കറി കിറ്റ്, എത്ര 5 ഗ്രാമങ്ങളിലേക്കുള്ള BJ കുര്യൻ സാർ സ്പോൺസർ ചെയ്ത് രാജീവ് ഗാന്ധി ഫൗണ്ടേഷനിൽ ഗ്രാമങ്ങളിലേക്കുള്ള കിറ്റ്, അതുപോലെ തന്നെ പിന്നെ ഗ്രാമാന്തരങ്ങളിൽ പച്ചക്കറി കിറ്റ്, പലവ്യഞ്ജന കിറ്റ്, പിന്നെ 1,600 രൂപയുടെ IML റെജി കൊണ്ടുവന്ന് 1000 പേർക്ക് 1,600 രൂപയുടെ പിന്നെ പലവ്യഞ്ജന കിറ്റ് കൊടുത്തു. അങ്ങനെ പറയാൻ ഒരുപാട് നിരവധി ആദിവാസി കോളനികളിലും പാവപ്പെട്ട ജനങ്ങളുടെ ഇവിടെ അന്യനാട്ടിലെ തൊഴിലാളികളുണ്ടല്ലോ, അന്യസന്നിധാനം അവർക്ക് ഇവിടെ കൊണ്ട് നമ്മുടെ ഇവാന് സിരിമേനി ആ പ്രോഗ്രാം രാജീവ് ബ്രാവ് ഉണ്ടായിരുന്നു. ഇവിടെ 2 ട്രിപ്പ് കൊടുത്തു 400 പേർക്ക്. അങ്ങനെ ഒട്ടനവധി കാരുണ്യ പ്രവർത്തനങ്ങൾ ഉരുൾപൊട്ടൽ സമയത്ത്, കൊറോണ കാലത്ത്, വെള്ളപ്പൊക്ക സമയത്ത് ഒക്കെ കൊടുക്കാനായിട്ട് ദൈവം സഹായിച്ചു. അതുപോലെ തന്നെ 1000 കുട്ടികൾക്ക് എല്ലാ വർഷവും നമ്മൾ പഠനസഹായം ചെയ്യുന്നത് 4,3,7 രൂപയുടെ 2,500 രൂപയുടെ കിറ്റ് ഒക്കെ പാവങ്ങൾക്ക് കൊടുക്കുന്നത്. പിന്നെ അതെല്ലാം ഒന്നുമില്ല. കഴിഞ്ഞ ദിവസം വന്നത് വീഡിയോ കിടപ്പുണ്ട്. മന്ത്രി വാസുവന ആദ്യം ഞാൻ ഉദയമാന സഖാവും ഇവിടുത്തെ പിന്നെ പ്രമോദ് നാരായണ MLA ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരും അഡ്വക്കേറ്റ് ജയവർമ്മ അടക്കമുള്ള സകലമായ ആളുകളും ചെറിയ അടക്കമുള്ള ആളുകൾ വന്ന് ഇവിടെ വന്നു. അവർ നോക്കിയപ്പോൾ ഞെട്ടി YMC നിറഞ്ഞു തുളുമ്പോൾ 3 വർഷം മുമ്പ് 1000 പേർക്കാണ് വിദ്യാഭ്യാസം ചെയ്തത്. അവർ അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തെ ഈ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തുകൊണ്ടല്ലോ 2,500 പേരാ BJT കൂടിയത് 1000 കുട്ടികൾക്ക്. മന്ത്രി VN വാസവന ഉദ്ഘാടനം ചെയ്തത്. അതിന് ഉദ്ഘാടനത്തിൽ ആ സമയത്ത് വന്ന ആരാണെന്നറിയാമോ? നമ്മുടെ പ്രിയങ്കരനായ PJ കുര്യൻ സാറാ ഏറ്റുവാങ്ങുന്നത്. സകല രാജീവ്ര അടക്കം സകല രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും അവിടെ അണിനിരന്നു. 1000 പേർക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ സഹായിച്ചു. ഇതൊന്നും എൻ്റെ കഴിവുകൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ. എൻ്റെ കയ്യിലൊന്നും ഉണ്ടായിട്ടില്ല, ദൈവത്തിൻ്റെ കൃപ. എന്നെ തടഞ്ഞു നിർത്താനൊക്കത്തില്ല, തടഞ്ഞു നിർത്താൻ സമ്മതിക്കത്തില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ഗൾഫിൽ പോകാൻ നിർത്ത ഒരുത്തനെ ഒറിജിനൽ വിസ കിട്ടി. അവൻ ഒറിജിനൽ തരത്തിൽ ഇന്ത്യയിലെ. ഞാൻ പറഞ്ഞു ഒറിജിനൽ തരത്തില്ല. ഞാൻ പ്രാർത്ഥിച്ച കർത്താവ് എനിക്ക് പോകണമല്ലോ, നീയാണല്ലോ എന്നോട് പറഞ്ഞത്. അവൻ്റെ പശു ഒരു 10-15 ലിറ്റർ റബ്ബർ പാൽ ഒറ്റയടിക്ക് കുടിച്ചു. നല്ല വിലയുള്ള പശുവായിരുന്നു. പാസ്റ്ററേ ഓടി വരണേ പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ് വിളിച്ചു. ഞാനും വൈഫോടെ ചെന്നു. അയാളെ വലിയ കോടീശ്വരൻ, അയാളുടെ വീട്ടിലോട്ട് ചെന്നു. ഞാൻ എടുക്കണോ മര്യാദയ്ക്ക് എൻ്റെ വിസ എന്ന് പറഞ്ഞു. വിസ കൊണ്ടുവരൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പശുവിന് സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു തന്നേക്കാവേ എന്ന് പറഞ്ഞു. ആ പശുക്കൂട്ടിലോട്ട് പോയി പശുവിൻ്റെ തലയിലോട്ട് കൈവച്ച് പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ നാമത്തിൽ ആവിയായിപ്പോയി ഉരിയായിപ്പോയി എൻ്റെ ഭാഷ എനിക്കറിയത്തില്ല. അത് സൗഖ്യം കിട്ടി. ഞാൻ ഗൾഫും പറ്റി ഗൾഫ് യാത്രയിൽ ഞാൻ അടിച്ച് മിന്നി ഗൾഫ് യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഞാനിവിടെ വീട് മേടിച്ചു. ഇവിടെ പിന്നെ ഗൾഫ് യാത്ര ചെന്നപ്പോൾ ഒരു പയ്യൻ വന്നിട്ടുണ്ട്. അത്ഭുതം. അപ്പം പള്ളിക്കാരുടെയും പിന്നെ കരിസ്മാറ്റിക്കാരുടെയും എല്ലാ സ്ഥലങ്ങളിലേക്കും രോഗികൾ ഒരുത്തർ കൈ പൊങ്ങാതെ, ഞാൻ ഉപവാസ പ്രാർത്ഥനയ്ക്ക് അവിടെ കൈ പൊങ്ങാതെ ഇരിക്കുമ്പോൾ ഒറ്റ പ്രാർത്ഥന കൈ ഇങ്ങനെ പൊങ്ങി 2 ആഴ്ചയായിട്ട് പൊങ്ങാതെ അവനെല്ലായിടത്തും വിളിച്ചു പറഞ്ഞു. ഇഷ്ടം പോലെ UAE കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രോഗ്രാം എനിക്കാണ് കിട്ടിയത്. ഒരുപാട് രോഗികൾ സൗഖ്യം. എൻ്റെ പിടി തന്നെയാണ് സുറിയാനിയിലുള്ള എൻ്റെ പ്രസംഗം, സുറിയാനി ചേർത്തുള്ള എൻ്റെ പ്രസംഗം. അത് മാത്രം മതി. 4 യോഗങ്ങൾ ഒരു സഭയെ തന്നാൽ സുറിയാനി ചേർത്തുള്ള പ്രസംഗം അവർക്ക് വലിയ ഇഷ്ടമാണ്. നല്ല കുർബാന ചെല്ലുമൊക്കെ ചെല്ലിയുള്ള പ്രസംഗം. അപ്പോൾ അവർക്ക് വലിയ സന്തോഷമാണ്. അങ്ങനെ ദോഹയിൽ വെച്ച് അത്ഭുതം നടന്നു. ദോഹയിൽ ഞങ്ങൾ വണ്ടി യാത്ര ചെയ്ത് പോകുമ്പോൾ ഒരുത്തൻ്റെ വണ്ടിക്ക് റഡാർ ഇങ്ങനെ അടി. അപ്പം ഞാൻ പറഞ്ഞു ദൈവമേ ഞാൻ താമസിക്കുന്ന വീട്ടിലെ ഇദ്ദേഹത്തിനാണല്ലോ യേശുവിൻ്റെ നാമത്തിൽ റഡാർ പതിയാതെ വരട്ടെ എന്ന് പറഞ്ഞു. ആ പോലീസ് എഴുതി രസീത് കൊടുത്തു. പ്രാർത്ഥന ഫലിച്ചില്ലെന്ന് എന്നോട് പറഞ്ഞു. അയ്യോ ഞാനൊരു ദൈവം അന്ന് രാത്രി എല്ലായിരുന്നു പ്രാർത്ഥന. കർത്താവ് ഞാൻ താമസിക്കുന്ന വീട്ടിലെ അച്ചായൻ്റെ പിറ്റേ ദിവസം കടവിൽ മോർസി
മോൻസിയും രാജ്യാരോടെ ചെല്ലുമ്പോൾ പറയുന്നത് എന്താണെന്നറിയാവോ? പൈസയും രസീതും തിരിച്ചു കൊടുത്ത് നിങ്ങളുടെ നമ്പർ റഡാറിൽ പതിഞ്ഞിട്ടില്ല. ഞെട്ടിപ്പോയി. ദോഹയിൽ 21 മീറ്റിംഗ് കരിസ്മാറ്റിക് യോഗങ്ങളിൽ വരെ ഞാൻ പ്രസംഗിച്ചു. മസ്കറ്റിൽ അത്ഭുതം സംഭവിച്ചു. മസ്കറ്റിൽ കൈ പൊങ്ങാതിരിക്കുന്ന ഒരുത്തിന് വേണ്ടി സലാലയിൽ സൗഖ്യം കിട്ടി. ഒരുത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് പറഞ്ഞു എടുക്കടാ കൈയെന്ന് തമ്പുരാൻ പറഞ്ഞു. കാരണം അവൻ എന്തോ പാപം ചെയ്ത് ഞാൻ വരുത്തിയ രോഗം നീ പ്രാർത്ഥിച്ചാൽ മാറുമെന്നു. അന്നേരം ഞാൻ പേടിച്ച് കൈയെടുത്തു. അങ്ങനെ രോഗശാന്തി അത്ഭുതം നടന്നു. ബഹ്റിൽ എനിക്ക് റെസിഡൻസ് വീസ കിട്ടി. എൻ്റെ ഇത് നോക്കി റെസിഡൻസ് വീസ ജനറൽ മാനേജറായിട്ട് ഒരാൾ അടിച്ചു തന്നു. അവിടുത്തെ സഭയുടെ ഭാഷ. ഞാൻ പറഞ്ഞു അവിടെ ഒതുങ്ങുന്ന ആളല്ല, ഞാൻ ലോകം മുഴുവൻ കറങ്ങേണ്ട ആളാണ്, ഒക്കത്തില്ലെന്ന് പറഞ്ഞു. കുവൈറ്റിൽ അത്ഭുതം സംഭവിച്ചു. കുവൈറ്റിൽ ഞാൻ പിന്നെ ഇരിക്കുന്ന അപ്പം ബഹ്റിന് ദോഹ മസ്കറ്റ് കുവൈറ്റ് ഇങ്ങനെ കുവൈറ്റിൽ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ 1 മാസമായപ്പോൾ വിസ തീർന്നു പോയി. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ടിക്കറ്റ് കിട്ടുന്നില്ല. എൻ്റെ 1 മാസം ആ പാടെ 1,00,000 രൂപ അവിടെ പ്രസംഗിച്ച് കിട്ടി. ഞാൻ വരിസംഖ്യ സംഭാവന സ്വീകരിക്കത്തില്ലെന്ന് പ്രസംഗിക്കും. ഇവിടെ ചെല്ലുന്ന പുള്ളികളെല്ലാം വരിസംഖ്യ മേടിച്ച് പത്രത്തിൻ്റെ അവിടെ പത്രവും കിട്ടത്തില്ല. അതുകൊണ്ട് ഞാനത് ഇതൊന്നുമില്ല, എനിക്ക് അതുകൊണ്ട് വലിയ പൈസ പ്രസംഗിച്ച് കിട്ടുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ ഇറക്കിയ സ്പോൺസറോട് ഞാൻ പറഞ്ഞു, രായ്ച്ചാന വൈഫിൻ്റെ ബന്ധത്തിൽപ്പെട്ട അപ്പം കൊച്ചുപദേശിയുടെ മോന. ഞാൻ പറഞ്ഞു രായ്ച്ച അവിടെ ചെന്ന് സ്പോൺസറോട് പറയാൻ പറഞ്ഞു. പുള്ളിക്ക് പേടി, കാരണം 4 ദിവസമായിട്ട് ടിക്കറ്റ് കിട്ടുന്നില്ല. അതിന് പിന്നെ ഫൈൻ അടയ്ക്കണ 12,000 രൂപ ആവും. ഞാൻ പ്രാർത്ഥിച്ചു, ആഹീഷിൻ്റെ മനസ്സിനെ മറിച്ചിട്ട് ദൈവമേ നീ അത്ഭുതം ചെയ്യണമേ കർത്താവേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്ക് പിന്നെ സ്പോൺസർ എടുക്കലോട്ട് പോകാൻ പറഞ്ഞു. ഞാൻ രായ്ച്ചാനോട് ചെല്ലും. രായ്ച്ചാൻ പേടിച്ചിട്ട് അങ്ങോട്ട് ഞാൻ പാസ്പോർട്ടുമായിട്ട് കേട്ടു സലാം അലൈക്. അയാൾ എൻ്റെ മുഖത്തോട് നോക്കിയിട്ട് ഠക് ഒരടി, വീണ്ടും എൻ്റെ മുഖത്തോട് നോക്കിയിട്ട് ഒരടി. 1 മാസം കൂടെ ഫൈൻ ഇല്ലാതെ വീസ പുതുക്കിട്ടുണ്ട്. പിന്നത്തെ താമസം പാസ്റ്റർ അത്ഭുതമാണ്. കിഴക്കിലത്തെ സജിയോട് ചോദിച്ചറിയാം. ഞാൻ താമസിക്കുന്നിടത്ത് 1 മാസം താമസ സൗകര്യമുണ്ടായിരുന്നു. ഇവിടെ പിന്നെ ഇവിടെ നമ്മുടെ ചാപ്പൽ പള്ളിയുടെ അങ്ങപ്പുറം കിഴക്കിലത്തെ സജിയും ഒരു ഭാര്യയും താമസിച്ചുകൊണ്ടിരുന്നില്ല. ഞാനിങ്ങനെ എന്നോട് കർത്താവ് പറഞ്ഞു ഇറങ്ങി നടക്കണമെന്ന് പറഞ്ഞു. ഞാൻ നടന്നു, വിശ്വാസത്തിൽ നടന്നു. ഒരു ബിൽഡിംഗ് കാണിച്ച് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അവിടെ ചെന്നു. അങ്ങനെ ചുമ്മാ ചെന്നു. അവിടെ ചെന്ന് കൊട്ടാനൊക്കത്തില്ല. ദൈവനിയോ അവർക്ക് ചെന്ന് അടിച്ചപ്പോഴത്തേക്ക് സജിയും ഭാര്യ ഇറങ്ങി തരുക. എന്നാ വാസു ഇവിടെ കുവൈറ്റ് വന്നു. ഞാൻ വന്നു, കയറിയിരുന്നു, വെള്ളം കുടിച്ച് വർത്താനം പറഞ്ഞു. അവർ പെന്തിക്കോസ് ഒരു വ്യവസായിയുടെ കൂടെ താമസിച്ചുകൊണ്ടിരുന്നത്. കാര്യം വർത്താനം പറഞ്ഞ ഇവിടെ താമസിച്ചോളാൻ കണ്ടോ, താമസവും കിട്ടി. കുവൈറ്റിൽ ഇരട്ടി മീറ്റിംഗ് കിട്ടി. അങ്ങനെ ജയാളിയായിട്ട് എനിക്ക് തിരിച്ചു പോരാൻ ഈ അവസരം ഒരുങ്ങി. എൻ്റെ ജീവിതം മുഴുവൻ ഒരു അത്ഭുതമാണ്. എന്തുമാത്രം അത്ഭുതങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. പവർ വിഷൻ ചാനലിൽ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് 10 വർഷം, ലോകത്തിൻ്റെ 5 മണിക്കൂർ എല്ലാ ദിവസവും ചാനലിൽ ഞാൻ നിറഞ്ഞേക്ക്. ഹാർവെസ്റ്റ് TV-യിൽ ഇൻ്റർവ്യൂ നടത്തുന്ന ആളായിരുന്നു. പവർ വിഷനിൽ പ്രസംഗിക്കുന്ന ആളായിരുന്നു. ട്രംപറ്റ് TV-യുടെ പിന്നെ വേ ടു വേഡിൽ എല്ലാ ബിഷപ്സിനെയും ഇൻ്റർവ്യൂ ചെയ്യുന്ന ഈ വേ ടു വേഡ് അതിൻ്റെയൊക്കെ കേരള വിഷനിലൊക്കെ നെറ്റ്വർക്കിൽ കണക്ട് ആക്കി കൊടുത്ത ഞാനാണ്. അങ്ങനെ പിന്നെ ലോക്കൽ ചാനൽ റാന്നി വിവിധ മതസ്ഥരുടെ എത്രയോ ലോക്കൽ ചാനലുകളിൽ പ്രസംഗിക്കാനും ഇൻ്റർവ്യൂ ചെയ്യാനും ഒക്കെ അവസരങ്ങൾ കർത്താവ് ഒരുക്കി. കത്തോലിക്കരുടെ, യാക്കോക്കാരുടെ, മർത്തോമക്കാരുടെ, CSI ഇവിടെ എല്ലാം കത്തോലിക്ക പള്ളികൾ, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോട്ട ധ്യാന കേന്ദ്രത്തിൽ ഞാൻ വചനം പ്രഘോഷിച്ചു. എത്രയോ വട്ടം പ്രസംഗിച്ചു. അവിടുന്ന് എനിക്ക് കത്തോലിക്കരുടെ പിന്നെ ഇവിടെ അവസരങ്ങൾ, പള്ളികളിൽ അവസരങ്ങൾ അറേഞ്ച് ചെയ്തു തന്നു. പിന്നെ കോട്ടയം തീമോത്തേസിനും, അത് നായിക്കമ്പലച്ചനും പനക്കലച്ചനും എൻ്റെ സ്വന്തമാണ്. അതുപോലെ തന്നെ ഈ നമ്മുടെ കോട്ടയം തീമോത്തേസ് തിരുമേനി അവരുടെ ധ്യാന കേന്ദ്രങ്ങളിൽ എനിക്ക് അവസരം ഒരുക്കി. യാക്കോബ് പള്ളികളുടെ അവസരം, അങ്ങയുടെ അടിമാലി പള്ളിയിൽ വന്ന് ഞാൻ പ്രസംഗിച്ചല്ലോ. യാക്കോബ് പള്ളിയിൽ എത്രയോ സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കാനുള്ള മഹാഭാഗ്യം ദൈവം ജീവിതത്തിലൊരുക്കി. എല്ലാം അത്ഭുതമാണ്. തീർച്ചയായിട്ടും പാസ്റ്ററെ, പാസ്റ്ററിലൂടെ ദൈവം ചെയ്തിട്ടുള്ള അത്ഭുതങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? പാസ്റ്ററുടെ ജീവിതത്തിലും അതോടൊപ്പം പാസ്റ്ററുടെ ശുശ്രൂഷ രംഗങ്ങളിലും. എൻ്റെ ജീവിതം മുഴുവൻ ഒരു അത്ഭുതമാണ്. അതിന് പറയാൻ കാര്യം, എനിക്ക് ഞാൻ ഈ പവർ വിഷൻ ഹാർവെസ്റ്റ് തുടങ്ങി ചാനലുകളൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് പല ആളുകളും പറഞ്ഞിട്ടുണ്ട് ഭയങ്കര തടിയാണ്, വല്ലാത്ത വണ്ണമാണ്, കുടവറാണ്. അപ്പം ഞാൻ ബഹ്റിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് എൻ്റെ തടിയും കുടവേറും എടുത്തു കളയണമെന്ന്. അതുപോലെ അങ്ങ് പിന്നെ സിമ്പിളാകാനായിട്ട് ദൈവം സഹായിച്ചു. സ്ലിമ്മായി പോയി. അപ്പോൾ അത് തന്നെ ഒരു അത്ഭുതമല്ലേ. അങ്ങനെ രോഗശാന്തി അനേക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പാസ്റ്റർ തന്നെ 2 ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെട്ട ആളാണല്ലോ. അതെ, 2 ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെട്ടു. വൈദ്യുതി ആഘാതം എനിക്ക് ഇവിടെ ഞാൻ ഈ പുതിയ വീട് പണിതു. ഈ വീടെന്നൊക്കെ പറഞ്ഞാൽ പഴയ വീട്
എന്നോട് കർത്താവ് പറഞ്ഞു, ഒരു 3 നില വീട് ആണ് നിനക്ക് ദൈവം തരാൻ പോകുന്നു പറഞ്ഞു. എൻ്റെ കയ്യിൽ 3 ലക്ഷം രൂപയല്ല 3 പൈസയില്ല. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, വീട് പണിതേക്കാം തീരുമാനിച്ചു. പഴയ വീട് പൊളിക്കാതെ തൊട്ടപ്പുറത്ത് മേടിച്ച സ്ഥലത്തോട്ടൊരു പുതിയ വീട് പണിതു. അതിന് ആർക്കിടെക്റ്റ് ഒന്നും എനിക്ക് വേണ്ട, ഞാൻ തന്നെ ആർക്കിടെക്റ്റ്, ഞാൻ തന്നെ വരച്ചു. പിന്നെ എല്ലാ ഉള്ള സൗകര്യത്തിൽ 2 നില വീടിന് അടിത്തറ ഇട്ടാനായിട്ട് പറഞ്ഞു. പിന്നെ രാഹുവിൻ്റെ നടിമുറിവാണ്, എനിക്കിതൊന്നും വിശ്വാസമില്ല. ഞാൻ ഈ ഒഴുക്കിനെതിരെ നീന്തി ചരിത്രമേ എനിക്കുള്ളൂ. കാരണം പ്രതികൂലങ്ങളെ പ്രോത്സാഹനങ്ങളായും എതിരുകളെ എതിരേൽപ്പുകളായും അവഗണനകളെ അംഗീകാരങ്ങളായും കാണുന്ന ഒരു മനസ്സിന്റെ ഉടമയാണ് ഞാൻ. അതുകൊണ്ട് പ്രതിസന്ധി ഒന്നും എനിക്ക് വിഷയമല്ല. കാരണം ഭയപ്പെടുന്ന ഒരു സ്വഭാവം ഇല്ല. ദൈവമാണ് എൻ്റെ സങ്കേതവും ബലവും, അവൻ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ്. ദൈവം പണിതാൽ അതിനെ പൊളിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. അങ്ങനെ വിശ്വാസത്താൽ വീട് പണി ആരംഭിച്ചു. 3 ലക്ഷം രൂപ കൊണ്ട് പണിത വീട് 60 ലക്ഷം 70 ലക്ഷം രൂപയുടെ വീട്, അതിൻ്റെ ഇത് കഴിഞ്ഞിട്ടും പൈസ ഒഴുകുക. എവിടുന്ന ഈ കാശ് ഒഴുകുമെന്ന് എനിക്കറിയില്ല. അത്ഭുതങ്ങളിലൂടെ മനോഹരമായ വീടിൻ്റെ പണി തീർന്നു. ഇവിടെ പിന്നെ അതിൻ്റെ വീടിൻ്റെ ഉദ്ഘാടന ദിവസം എൻ്റെ ഡെഡ് ബോഡി മുറ്റത്ത് വെക്കേണ്ടതാണ്. കാരണം ഇവിടെ MP-മാര് MLA-മാര് നാട്ടിലെ പ്രമുഖരൊക്കെ വരുമ്പോൾ എൻ്റെ ഡെഡ് ബോഡി വെക്കണം. അതാ പിശാച് പരിപാടി ആസൂത്രണം ചെയ്തത്. കാരണം അന്ന് രാത്രി എന്നെ ഒരു വൈദ്യുതാഘാതം ഉണ്ടായി. അന്ന് എൻ്റെ അമ്മയുണ്ട്, അപ്പൻ്റെ പെങ്ങളുണ്ട്, തോട്ടഭാഗത്തെ അമ്മച്ചി, അച്ഛൻ്റെ പെങ്ങളുടെ ഒരു മോനുണ്ട്. പുള്ളിയെ നിർബന്ധിച്ച് 2 ദിവസത്തേക്ക് എന്നെ സഹായിക്കാനായിട്ട് റേച്ചാൻ വെളിനാട്ടിൽ നിന്നു റേച്ചാൻ വന്നിട്ടുണ്ട്. ഒരു 12 കഴിയുമ്പോൾ വാർത്ത വെക്കാനായിട്ട് ഞാൻ കേബിളിലോട്ട് കൈ കൊടുക്കുകയും ഒറ്റപ്പോൾ ദൈവം എന്നോട് സംസാരിച്ചൊരു വൈദ്യുതാഘാതം വെക്കാൻ ചാൻസ് ഉണ്ടെന്നുള്ള വിവരം എനിക്ക് മുന്നറിയിപ്പ് കിട്ടി. അപ്പം ഇത് അടിക്കുകയും ഞാൻ പുറമോട്ട് അങ്ങ് പോവുക. അപ്പം എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ ഉള്ളിൽ ഞാൻ ദൈവമേ രക്ഷിക്കണേന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ മരിച്ചു പോകേണ്ടതാ. അപ്പം റേച്ചാൻ ഉടുത്തിരുന്ന മുണ്ട് എടുത്ത് ഒരൊറ്റ പിന്നെ കേബിളിലോട്ട് പിടിച്ച ഒറ്റ വലിയ, അങ്ങനെ അത്ഭുതകരമായി ഞാൻ രക്ഷപ്പെട്ടു. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെയാണ് ആ വൈദ്യ ആഘാതത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. കർത്താവിൻ്റെ ഭയങ്കര കരുണ. വാഹന അപകടങ്ങളിൽ നിന്ന് 2 വാഹന അപകടങ്ങൾ രക്ഷപ്പെട്ടു. നോക്കിക്കോണേ, CCTV-യിൽ അവർ വന്ന് ഇത് എടുക്കാമെന്ന് പറഞ്ഞു വന്നു. പിന്നെ കാറ് മുഴുവൻ തകർന്നിരിക്കുന്നു, 4 ഡോറും അടഞ്ഞിരിക്കുന്നു, മേളിൽ 4 വീല് നിൽക്കുന്നു. പക്ഷേ ദൈവത്തിന്റെ ദൂതൻ വന്നെ മാലാഹ വന്ന് പുറത്തിറക്കി നിർത്തിയിരിക്കുന്നു. ആറ്റിനക്കരയാണ്. റാന്നി വെല്ലുവിളി കൂടുന്ന കുടുംബക്കാരാ അവരുടെ വീടിന് വിട്ടിട്ട് വന്നുകൊണ്ട് താഴ്ചയുള്ള കുഴിയിലാണ് വീണത്. പക്ഷേ ദൈവം എന്നെ രക്ഷപ്പെടുത്തി. അങ്ങനെ അത്ഭുതകരമായ ഒരുപാട് അത്ഭുതങ്ങൾ. എന്നെ നശിപ്പിച്ച് കളയാൻ, കൊന്നുകളയാൻ, ഇല്ലാതാക്കാൻ പല ആളുകൾ ശ്രമിച്ചിട്ടുണ്ട്. നീണ്ട വർഷങ്ങളായിട്ട് പല ആളുകളുടെയും പിശാച് പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ശക്തിക്ക് എന്നെ തുടരും. ദൈവത്തിന്റെ മാലാഹമാരുടെ മഹാസംരക്ഷണം എനിക്കുണ്ട്. കാരണം ഞാൻ പ്രാർത്ഥിച്ചാൽ അത്ഭുതം സംഭവിക്കും. പ്രാർത്ഥിച്ച് കെട്ടാനും അഴിക്കാനുമുള്ള പവർ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അല്ല പാസ്റ്ററുടെ ശുശ്രൂഷയിലൂടെ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ചൊന്ന് പറയാം. പിന്നെ ഞാനിപ്പോൾ വാഴത്തോടത്തെ സുവിശേഷ വിലയ്ക്ക് ചെന്നപ്പോൾ ഒരു സ്ത്രീയുടെ കൈ മുഴുവൻ പൊട്ടി കളിഞ്ഞിരിക്കുക. സാലിന്ന് അവിടെ പേര്, അവിടെ ഭർത്താവിൻ്റെ പേര് അപ്പോയി. ഞാൻ പ്രാർത്ഥനയ്ക്ക് വിളിക്കാനായിട്ട് ചെന്നാ കൈ മുഴുവൻ പൊട്ടി കളിഞ്ഞ് ചലമെടുത്തിരിക്കുക. ഒരു ഗ്ലാസ് ഉണ്ട്, 3 പ്രാവശ്യം പരിശോധിച്ചിട്ട് ഞാൻ വെള്ളം കുടിക്കുന്നത്. 3 പ്രാവശ്യം കഴിയുക. അങ്ങനത്തെ ശീലത്തിൽ വളർന്നവനാ. ഇവർ പറയാ, പാസ്റ്ററെ ഇച്ചിരി ചായ കൊണ്ടുവരട്ടെ എന്ന്. ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടൊരു ചായ കൊണ്ടുവരും. ഞാൻ പിന്നെ ചായ കൊണ്ടുവന്നു. അവർ ആ കൈ കൊണ്ട് തന്നെ ബിസ്ക്കറ്റ് കൊടുത്തു. ഞാൻ ഓർത്ത് ഒരു നിമിഷം ചിന്തിച്ചു, ദൈവത്തിന്റെ പ്രതിയല്ലേ, പാവങ്ങളുടെ നിഷേധിക്കുന്നത് ശരിയല്ലല്ലോ. ഞാൻ വിശ്വാസത്തോടെ ഒരു കപ്പ് ചായയും കുടിച്ച് ഒരു ബിസ്ക്കറ്റും എടുത്ത് കഴിച്ചിട്ട് ചങ്ക് പൊട്ടി ഒറ്റ പ്രാർത്ഥന. നേരം വെളുത്തപ്പോൾ ചൂട്ട് കരിയുന്ന പോലെ അവിടെ കൈ കരിഞ്ഞു. അവൾ പിറ്റേ ദിവസം യോഗത്തിന് വന്നിരിക്കുക. നോക്കിക്കോണേ, അത്ഭുതമല്ലേ? അതുപോലെ തന്നെ ഞാനിവിടെ ഇവിടെ വെള്ളം കിട്ടാത്തടത്ത് തോസുട്ടി ബ്രദർ സ്ഥലം മേടിച്ചു എന്ന് ഇവിടെ അടുത്തുള്ള ഒരു ദേവദാസൻ ചെന്ന് JC ദേവസാറിനോട് എന്ന് പറഞ്ഞു. ആ പാവത്തെ എൻ്റെ സ്ഥലം വെള്ളം കിട്ടത്തില്ലെന്ന്. ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ദൈവം എന്നോട് സംസാരിച്ച് ഞാൻ നിനക്ക് വെള്ളം തരാമെന്ന്. അവൻ അവർക്ക് മുമ്പായി പുറപ്പെട്ടപ്പോൾ മരുഭൂമിയിൽ കൂടി നടന്നപ്പോൾ ഭൂമി കുലുങ്ങി, ആകാശം ദൈവസന്നിധിയിൽ പൊഴിഞ്ഞു. ഈ സീനായി ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ കുലുങ്ങിപ്പോയി ക്ഷീണിച്ചിരിക്കുന്നതിന്റെ അവകാശത്തെ അവൻ ധാരാളം മഴ പെയ്ച്ച് തണുപ്പിച്ചു. തൻ്റെ കൂട്ടം അതിൽ പാർത്തു. ദൈവമേ നീ എളിയവർക്ക് വേണ്ടി ഒരുക്കി വെച്ചു എന്നുള്ള വേദവസ്ഥ ഭാഗം ദൈവം എനിക്ക് വെളിപ്പെടുത്തി. വിശ്വാസത്തോടെ ഇപ്പം 10-30 വർഷം കഴിഞ്ഞു. ഇവിടെ വറ്റാത്ത ഉറവ കുഴക്കമടിച്ചു. ദൈവം വറ്റാത്ത ഉറവ് തുറന്നു. അത് തന്നെ വലിയ അത്ഭുതമാണ്. അതുപോലെ തന്നെ ഞാൻ ഈ വെച്ചിരിക്കുന്ന എനിക്ക് ഇതാണ് എൻ്റെ വീട്.
വീട് ആ മറ്റേ ഇതെല്ലാം കൂടെ ബാക്കി മറ്റേ വീടും പൊളിച്ചിട്ട് വലിയൊരു വീടും വെച്ചു. അതിന്റെ മുകളിൽ സൈക്കിള് മാത്രമായിട്ട് വന്നത്. വാഹനങ്ങളുണ്ട്. അതാണ്ട് പുതിയ വാഹനം, എനിക്ക് ഷിഫ്റ്റ് ഡിസയർ ഉള്ളപ്പോൾ തന്നെ പുതിയൊരു വാഹനം, വലിയ പ്രമുഖനായ ഈ ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം എന്നോട് പറഞ്ഞു, പിന്നെ പാസ്റ്റർക്ക് ഒരു വണ്ടി കൂടെ വേണം ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് 6 ലക്ഷം രൂപയുടെ ഒരു വണ്ടി എനിക്ക് ഓൾട്ടോ കേൾട്ടൺ എടുത്തു തന്നിരിക്കുക, ഗിയർ ഇല്ലാതെ ഓടിച്ചോടാൻ. നോക്കിക്കോണേ, അങ്ങനെ എനിക്ക് എല്ലാം അത്ഭുതമാണ്. എൻ്റെ കാര്യങ്ങൾ മുഴുവൻ അത്ഭുതമാണ്. വീടിന്റെ മുകളിൽ എന്നെ മനോഹരമായ വീട് തന്നെയല്ല, വീടിന്റെ മുകളിൽ ഒരു ഹാളുണ്ട്. അവിടെ 100 പേർക്ക് ഇരിക്കാവുന്ന വചനഘോഷണം ക്രിസ്ത്യൻ സെന്റർ എന്നുള്ള പേരിൽ അതിമനോഹരമായ ഹാളും പ്രസംഗ വീടവും വലിയ പ്രാർത്ഥനാ അന്തരീക്ഷവും കൂട്ടായ്മയുടെ അന്തരീക്ഷവും നടത്താനുള്ള എല്ലാ സംവിധാനമുണ്ട്. ഒരു കുടക്കീഴിൽ സകലതും ഇവിടെ സംജാതമായിരിക്കുകയാണ്. എല്ലാം ദൈവത്തിന്റെ അത്ഭുതമാണ്. അവനെ എൻ്റെ മക്കളില്ലാതെ ഒരു ആളിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. കളരിക്കുമ്പോൾ രാജു, അത് വർഷങ്ങൾക്ക് മുമ്പാ. രാജുവിനോട് വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞു, നിനക്കൊരു ദൈവം ഒരു വൈതലിനെ തരും, തരും, നീ വചനം എടുത്ത് പ്രസംഗിക്കും, പല രാജ്യങ്ങളിൽ ദൈവം നിന്നെ അയക്കും. 3 ഞാൻ ചെന്ന് പറഞ്ഞു. അതുപോലെ സംഭവിച്ചു. എൻ്റെ മോടെ പ്രായമുള്ള ഒരു കൊച്ച് കളരിക്ക് മുറി രായിച്ചാനുണ്ട്. അങ്ങനെ മക്കളില്ലാത്ത പലർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവർക്കെല്ലാം മക്കളെ ലഭിച്ചു. ഒരുപാട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരുപാട് രോഗികൾ സൗഖ്യമായ അനുഭവങ്ങളുണ്ട്. ഇതൊന്നും വലിയ പബ്ലിസിറ്റി ഒന്നും ഞാൻ കൊടുക്കുന്നില്ല. പിന്നെ ദൈവം നടത്തുന്നു നമ്മുടെ പോസ്റ്റ്മാൻ്റെ ജോലിയാണ്. നമ്മളെ ഒരു കാര്യം ദൈവം ഏൽപ്പിച്ചു, പോസ്റ്റ്മാന് എല്ലാ മഹത്വവും ദൈവത്തിനാണ്. കാരണം നമ്മൾ വെറും വട്ടപൂജ്യമാണ്, അതെനിക്ക് കൃത്യമായിട്ടറിയാം. ദൈവമല്ലാതെ കൂടെ ആരുമില്ലെന്ന്. അതുകൊണ്ട് വട്ടപൂജ്യമായ ഫോൺ, ഞാൻ ഒരു സംഘടന കോട്ടയത്തൊരു ടീമായിട്ട് ചേർന്ന് പാവപ്പെട്ട 25 പിള്ളേർക്ക് ഫോൺ കൊടുത്തു. വേറൊരാളെ സ്മാർട്ട് ഫോൺ പാവപ്പെട്ട പഠിക്കാനില്ല, ചെറിയ കാര്യമാണോ ഇത്. വെള്ളമില്ലാത്ത സമയത്ത് ഞാനും തോമസ് മാമൻ പുത്തമ്പരിക്കലും എല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ തേക്കുമുട്ടിലെ മേക്കൂട്ടിച്ചായൻ്റെ എല്ലാം സപ്പോർട്ടിൽ ഈ ഇവിടുത്തെ പഞ്ചായത്തിന് പോലും കൊടുക്കാനൊക്കുന്ന കാര്യമല്ല. ഇതെല്ലാം യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കിടപ്പുണ്ട്. നല്ല എല്ലാ ഗ്രാമപ്രദേശത്തും വലിയ വണ്ടിയൽ പിന്നെ ഫ്രീ ആയിട്ട് സൗജന്യ കുടിവെള്ളം, അത് സുവിശേഷീകരണം കൂടാ. റാന്നിയിലെ പ്രമുഖരെല്ലാം വരും. എന്തുവാ നമ്മുടെ മാറയിലെ വെള്ളം മധുരമാക്കി യേശുവിനെ കുറിച്ച് പാട്ടുമൊക്കെ പാടി, മാറായെ മധുരമാക്കുന്ന പാട്ടുമൊക്കെ പാടിയാണ്. അതുപോലെ തന്നെ ശബരിയാശ്രീക്ക് വേണ്ടി എന്തുവാ ഈ വെള്ളം കുടിക്കുന്നതെല്ലാം ദാഹിക്കും, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നതിനോ ഒരു നാളും ദാഹിക്കില്ല. പിന്നെ മാമച്ചാൻ്റെ ഒരു രസകരമായ പാട്ടൊക്കെ ഉണ്ട്. പിന്നെ സിയോൻ യാത്ര ചെയ്തതിന് പിന്നെ അങ്ങനെയുള്ള പാട്ട്. ഗാഗറിന് വേണ്ടി ഗാഗറിനെ പോലെ ഞാൻ കരഞ്ഞപ്പോൾ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോൾ, ഗാഗറിന് വേണ്ടി എന്തുവാ നീരോ തുറന്ന് ഈ പാട്ടൊക്കെ അങ്ങോട്ട് പാടി പ്രസംഗിച്ചിട്ടാണ് ഈ വെള്ളം കൊടുക്കുന്നത്. ജനം മുഴുവൻ വന്ന് ക്യൂ പാലിച്ച് നിന്ന് ഈ വെള്ളം എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കും. ഈ പഞ്ചായത്തുകളിൽ ഈ പഴവങ്ങാടി, അങ്ങാടി, റാന്നി, പിന്നെ വെച്ചുച്ചിറ ഈ റാന്നിയിലെ എല്ലാ പഞ്ചായത്തിലും ഈ വെള്ളം കൊടുക്കുക എന്ന് പറഞ്ഞ കൊച്ചു കാര്യമാണ്. വരൾച്ചയുടെ കാലഘട്ടത്തിൽ വെള്ളം എത്തിക്കുക, അത് അവിടെയും സുവിശേഷീകരണമാണ് നമ്മുടെ പദ്ധതി. പിന്നെ മെഡിക്കൽ ക്യാമ്പ്, കുട്ടനാട് മുതൽ ഇങ്ങനെ ഇവിടെല്ലാം സ്ഥലങ്ങളിൽ വലിയ മെഡിക്കൽ ക്യാമ്പുകൾ, മെഡിക്കൽ കിറ്റ് വിതരണം. അത് വലിയ 1400 പേരും 1500 പേരും ഒക്കെ 1200 പേരൊക്കെ സംഘടിപ്പിച്ച് അതെല്ലാം യൂട്യൂബിലും ചാനലുകളിലും എല്ലാം കിടപ്പുണ്ട്. പിന്നെ അവാർഡ് ദാനം, എത്രയോ പേർക്ക് അവാർഡ്. നമ്മൾ കൊടുത്ത പോലെ അവാർഡ് ഇന്ന് കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി പ്രഭാ വർമ്മയ്ക്ക് അവാർഡ് കൊടുത്താരാ? വേൾഡ് ലിറ്ററേച്ചർ ഫോറം എൻ്റെ നേതൃത്വത്തിലുള്ള സംഘടനയാണ്. പറഞ്ഞു മനസ്സിലായ? അതുപോലെ തന്നെ ക്രിസ്ത്യൻ പ്രസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വലിയ സമ്മേളനങ്ങൾ, MGM സ്കൂളിന്റെ കോളേജിന്റെയും ചെയർമാനും ഗൾഫ് ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങൾ നടത്തുന്ന ഡോക്ടർ ഗിബ്രീസ് യോഹന്നാനെ ആ മീറ്റിംഗിൽ ആദരിച്ചു. അങ്ങനെ MP-മാർ, MLA-മാർ, മന്ത്രിമാരൊക്കെ ഉള്ള തിരുവനന്തപുരത്ത് മന്ത്രി വാസവൻ ഒക്കെയുള്ള മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ എത്ര പേരാ? ദൂരദർശൻ വരെ വന്ന് റിപ്പോർട്ട് ചെയ്തു. അത് എത്രയാ? 2800 പേരാ കൂടിയത്. റാന്നിയിലൊരു മീറ്റിംഗ് നടത്തി. അന്ന് മന്ത്രി വീണ ജോർജ് വന്ന് നടത്തിയ മീറ്റിങ്ങില് 2500 പേരാ കൂടിയത്. ഞാൻ അവിടെ വചനമാണ് പ്രസംഗിച്ചത്. അതുപോലെ മന്ത്രി വാസവൻ വന്ന് നടത്തിയ മറ്റൊരു മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിങ്ങിൽ 4000 പേരാ കൂടിയത്. 3500 അയൽക്കൂട്ട പെണ്ണുങ്ങൾ തന്നെ എല്ലാ സെറ്റ് സാരിയെ കൊടുത്ത് ഭയങ്കര പരിപാടി. അവിടെ ഞാൻ 7 മിനിറ്റ് ബൈബിളിന്റെ മഹത്വത്തെ കുറിച്ച് പ്രസംഗിച്ചു. അവിടെ എല്ലാ ജാതി മതസ്ഥരും ഉണ്ടായിരുന്നു. സ്റ്റേജിൽ തന്നെ 50 കസേരയാ, 50 കസേര, 10 പേരടങ്ങുന്ന 5 ട്രോ കസേരയ്ക്ക് ഇടിയായിരുന്നു. കസേര ഇരിക്കാൻ അവാർഡ് ചവറ് പോലെ വാരി കൊടുക്കുമായിരുന്നു. കാരണം സമൂഹത്തിൽ ആദരിക്കപ്പെടേണ്ടവരെ
ആദരിക്കപ്പെടണം, അംഗീകരിക്കണം എന്നുള്ള ചിന്താഗതി എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പറയാനുള്ളൂ. കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്കൊരു ആവശ്യമുണ്ട്, ഇച്ചിരി പൈസയുടെ ആവശ്യം, 50,000 രൂപ വേണമായിരുന്നു. ക്ലീമീസ് കാതോലിക്ക ബാബ എന്നെ ഫോൺ ചെയ്തു, മോനെ തോമസ് കുട്ടി എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലുണ്ട്, ഞാൻ ഈ ചത്തോങ്കര പള്ളി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഈ പത്രം ഇറക്കുമ്പോൾ ആടെ ഒരു ഇത് പിന്നെ ഫോട്ടോയും ഇതൊക്കെ സാധാരണ എല്ലാം പ്രസിദ്ധീകരിക്കുക, ബാബയെ ശ്രദ്ധിക്കുന്നുണ്ട് ഇങ്ങനെ ഒരാളിനെ പറ്റി. എന്നെ വിളിച്ചു, അവിടെ ചെന്നു. ആദ്യം എൻ്റെ കയ്യിൽ ഒരു കവർ എടുത്തു തന്നു, ചായയും കുടിച്ച് വർത്തമാനം പറഞ്ഞു, പ്രാർത്ഥിച്ചു. പക്ഷേ ഞാൻ കവർ തുറന്നു നോക്കിയപ്പോൾ എനിക്ക് അന്ന് വേണ്ട, ഒരാവശ്യത്തിന് വേണ്ട 50,000 രൂപ ആ കവറിനകത്തുണ്ട്. അത്ഭുതമല്ലേ? അത്ഭുതമല്ലേ? ഈ കാർ അത്ഭുതമല്ലേ? ഈ വീടും ഇതെല്ലാം അത്ഭുതമല്ലേ? ഇതൊന്നും എൻ്റെ കയ്യിൽ ഒന്നുമില്ലാതിരിക്കുകയാണ്. എല്ലാം സർവശക്തൻ്റെ അത്ഭുതകരമായ കരത്താലും വിടുതലാലുമാണ് സംഭവിച്ചിരിക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായി. പിന്നീട് പാസ്റ്റർ ഈ ശവസംസ്കാര ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും, അത് ഈ പെന്തിക്കോസിൽ ഒരു പാവപ്പെട്ട അമ്മച്ചി, അവർ ആയ കാലത്ത് ഒരു സ്വത്രകാര്യം ദശാംശമൊക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു. അവർ വയ്യാതായപ്പോൾ പിന്നെ അവർക്ക് പള്ളിയിൽ യോഗത്തിലൊക്കെ പോകാൻ പയ്യ, വീട്ടിൽ അരോഗ്യമായി കിടക്കുക. 4-5 ആൺപിള്ളേർ മക്കളുണ്ട്, സുവിശേഷന്മാരൊക്കെ ഉണ്ട്. പക്ഷെ അവരെ അടക്കാൻ വന്നപ്പോൾ ആരുമില്ല. IPC ചെന്നപ്പോൾ IPCക്കാർ സ്ഥലമുണ്ടോ അടക്കാൻ? അവർക്ക് ശവക്കോട്ട ഉണ്ട്, പക്ഷെ IPCക്കാർ വേണ്ടെന്ന് പറഞ്ഞു. ചാരോങ്കാർ എടുക്കുന്നത് ചാരോങ്കാർ ഒക്കത്തില്ലെന്ന് പറഞ്ഞു. പാവപ്പെട്ടവനെ ആർക്കും വേണ്ട, എല്ലാം പൈസ ഉള്ളവനെ മതി. പെന്തിക്കോസിൽ പൈസ ഉള്ളവനെ മതി. കാശുള്ളവനെ ഉണ്ടോ അവന് ഉപദേശിയാകണ്ട, അവനെ ഉപദേശിയാക്കും. നമുക്കറിയത്തില്ലേ കഥകൾ? സെൻട്രൽ രണ്ട് കെട്ടിയവനും 3 കെട്ടിയവനും സെൻട്രൽ പാസ്റ്റർമാരുണ്ടല്ലോ, 2 കെട്ടിയ പാസ്റ്റർമാർ IPCയിലുണ്ടല്ലോ. പറഞ്ഞു മനസ്സിലായോ? ഒരു യോഗ്യതയില്ലാത്തവൻ ഇഷ്ടം പോലെ ഗൾഫിൽ നിന്ന് കാശ് കൊണ്ടുവന്നവൻ സഭയുടെ അധ്യക്ഷനായിട്ട് കയറി കർത്തൃമേശ നടത്തുക. പള്ളികളിൽ അങ്ങനെ കുർബാന നടത്താനായിട്ട് ഒക്കുവോ? കാശുള്ള പിന്നെ ഗുണാണ്ടറാണെന്ന് പറഞ്ഞാൽ കുർബാന നടത്താൻ സമ്മതിക്കുവോ? ഇതിപ്പം ഇവിടെ കയറി അത് വാളെടുത്തവനല്ല വെളിച്ചപ്പാടുന്നത്. അപ്പം ഇതുങ്ങൾ പലയിടത്ത് പോയിട്ട് രക്ഷയില്ല. ആരോ പറഞ്ഞു എനിക്ക് ശവക്കോട്ട ഞാൻ മേടിച്ചിട്ടുണ്ട്, 2 ലക്ഷം ശവക്കോട്ട എൻ്റെ പേര് കിടപ്പുണ്ടെന്ന്. ഓടി വന്നു ഇവിടെ. അപ്പം ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് ഞാനിവിടെ പോയി ചോദിച്ചപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു ഇങ്ങനെ സുശേഷൻ ജോയുടെ ഭാര്യ ഇവിടെ വന്നു, അവർ ഗർഭിണിയായ സ്ത്രീ ഓടി വന്നിരിക്കുക, അവരുടെ അമ്മ അവർ കരഞ്ഞോണ്ടാ വന്ന്. ഞാൻ പറഞ്ഞു ഇവിടെ ചോറ് ഉണ്ണാകുന്നതിന് മുമ്പ് ഞാൻ ആളെ അടയ്ക്കാൻ പറഞ്ഞു. നേരെ ആ പൊക്കണം തുക്കിൽ ഈ മുതലായിട്ട് പോകുന്ന വഴിക്കാം അവരുടെ വീട്ടിലോട്ട് ചെന്നു. അപ്പോഴത്തേക്ക് ഒരു കൂട്ടക്കാരെ ചെന്നെ കണ്ടപ്പോൾ ഇറങ്ങിപ്പോൾ വാസ്തു ഇവിടെ എങ്ങോട്ട് പോകണമെന്ന് ഇവിടെ 5-6 IPCക്കാരും ചർച്ചകൂടുകാരൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു അവിടെ ഒരു ശവം, അവരെ ഞങ്ങളാരും അടക്കത്തില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ പോയി പണി നോക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോഴേ കാര്യം ഞാൻ പറഞ്ഞു ധൈര്യമായിട്ടിരിക്കുക, ഒരു പൈസ പോലും വേണ്ട, സൗജന്യമായിട്ട് എൻ്റെ ശവക്കോട്ടയിൽ അടക്കിയേക്കാമെന്ന് പറഞ്ഞു. സൗജന്യമായി അവരെ ശവസംസ്കാരം ചെയ്തു. ഒരു പൈസ പോലും ചെയ്തു. 3 കുർബാന 10 കുർബാന എന്ന് പറഞ്ഞ പോലെ 10 പാസ്റ്റർമാരെ സംഘടിപ്പിച്ചു, ഫ്രീ ആയിട്ട് ശവസംസ്കാര ശുശ്രൂഷ നടത്തി, ഒരു ചെലവില്ലാതെ. അതുപോലെ തന്നെ വേറൊരു തെങ്ങക്കേട്ടുകാരൻ്റെ അമ്മ മരിച്ചു. അവൻ്റെ അമ്മയെ ശവടക്കാനും സ്ഥലമില്ലായിരുന്നു. അതിന് ഞാൻ അവസരമുണ്ടായി. അത് അവൻ്റെ കുഞ്ഞ് മരിച്ചു. ആ കുഞ്ഞ് മരിച്ചപ്പോഴത്തേക്ക് നിവർത്തിയില്ല. അപ്പം ഞാനിവിടെ സൗകര്യത്തിൽ നമ്മുടെ വളന്തിരുത്തി മോഹൻചാനോട് പറഞ്ഞു അവരുടെ പുതിയ കല്ലറ അടക്കം ചെയ്തു. അപ്പം ചോദിച്ചു തെങ്ങേക്കേറ്റുകാരൻ്റെ മോനെയാണോ സുറിയാനിക്കാർ കിടക്കുന്നിടത്ത് അടക്കം ചെയ്തെന്ന് ചോദിച്ച ആളുകളുണ്ട്. അപ്പം പെന്തിക്കോസുകാരാണ് ചോദിച്ചത്. പെന്തിക്കോസിലായി വർണ്ണവിവേചനം കൂടുതലുള്ളത്, വർണ്ണവിവേചനമുള്ളത്, അല്ലാതെ വേറെ കൂടുതൽ ഈ ദളിത് ആദിവാസി മേഖല. ഞാൻ ദളിത് ആദിവാസി മേഖലയൊക്കെയാണ് എൻ്റെ പ്രവർത്തനങ്ങൾ. അവർ തീർച്ചയായിട്ടും അവർ പിന്നെ ആരോഗ്യമില്ലാത്തവർക്കും ക്രിസ്തു ആരുടെ പക്ഷമായിരുന്നു? അവഗണിക്കപ്പെട്ടവൻ്റെയും വേദനിക്കുന്നതിൻ്റെയും നിൽക്കുന്നതിൻ്റെയും സങ്കടപ്പെടുന്നതിൻ്റെയും പക്ഷമാണ്. അതുകൊണ്ടല്ലേ ഞാൻ എൻ്റെ പ്രസംഗങ്ങളിൽ എൻ്റെ ശുശ്രൂഷകളിലൊക്കെ ഒരു വ്യത്യസ്തതയുണ്ടല്ലോ. ഞാൻ വൃദ്ധമന്ദിരങ്ങളിൽ പോയി ഭക്ഷണം കൊടുക്കുന്നു, ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നു, ആരോഗ്യമില്ലാത്തവർക്ക് വേണ്ടി പാട്ട് പാടുന്നു, സുവിശേഷം പ്രസംഗിക്കുന്നു, അവിടെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിലുള്ളവരെ കൊണ്ടുവരുന്നു. എനിക്ക് വേറെ സ്ഥലത്ത് മീറ്റിംഗ് നടത്താൻ വേണ്ടണോ? അവിടെ ഒരു ഫുഡ് കൊടുക്കുന്നു. എന്തുകൊണ്ടാണ്? അവർ അവഗണിക്കപ്പെട്ടവരുടെയും വേദനിക്കുന്നവരുടെയും ശബ്ദമാണ് ക്രിസ്തു. അവർ ആശുപത്രി ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നു. കുര്യൻ സാറും രാജുപുരം അടക്കമുള്ള എത്രയോ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ഈ പ്രവർത്തനത്തെ സഹായിക്കുന്നു. എത്രയോ ആളുകളെ കാരണം അവർ ആരോഗ്യമില്ലാത്തവരുടെ ശബ്ദമായിട്ട് മാറണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് പാവങ്ങളോടുകൂടെ നമ്മൾ ഇതിന്റെ എല്ലാം പിന്നിൽ ഒരു അനുഗ്രഹം ഉണ്ടല്ലോ. അതെന്റെ അപ്പനും അതെന്താണ് അതിന്റെ പിന്നിൽ? എൻ്റെ വല്യപ്പച്ചൻ ഒരു പ്രാർത്ഥനക്കാരനായിരുന്നു. എൻ്റെ അമ്മ ഒരു ദാനധർമ്മിഷ്ഠയായിരുന്നു. എൻ്റെ അമ്മയെ നാട്ടുകാർ വിളിക്കുന്ന മോളിമാമ, മോളി ചേച്ചി, മോളിക്കൊച്ചമ്മ,
മോളിക്കുട്ടി എന്തെല്ലാം പേരാ നാട്ടുകാർ വിളിക്കുന്ന. അപ്പോൾ വലിയ ഇഷ്ടമാണ്. അമ്മയുടെ കയ്യിൽ 1 രൂപ ഉണ്ടെങ്കിലും കഴിക്കാനിരിക്കുന്ന ഭക്ഷണമാണെങ്കിലും ആളുകൾക്ക് കൊടുക്കാൻ അമ്മയ്ക്കൊരു മനസ്സുണ്ടായിരുന്നു. അതുകൊണ്ട് അത് കണ്ടു വളർന്നു. എൻ്റെ അപ്പനാണേലും അങ്ങനെ ഒരു മറ്റുള്ളവരെ സഹായിക്കുന്ന മനോഭാവമാണെന്ന്. തന്നെയല്ല, എൻ്റെ വൈഫിൻ്റെ അപ്പനും വലിയ ഭക്തനായിരുന്നു. ഉപദേശിയെ തോപ്പിക്കുന്ന അപ്പനായിരുന്നു അദ്ദേഹം. വലിയ കാരുണ്യം, പാവങ്ങളെ സഹായിക്കാനുള്ള. അവിടെ അമ്മയാണെങ്കിലും അമ്മ ഇവിടെ വന്ന ലാസ്റ്റ് ഞങ്ങളുടെ കൂടെ ആയിരുന്നു 2-3 വർഷം. എൻ്റെ ഭാര്യയും പിള്ളേരും പൊന്നുപോലെ നോക്കി. അവർക്ക് ശുശ്രൂഷിക്കാനുള്ള, നിനക്ക് നന്മയുണ്ടാകേണ്ടതിനും നിനക്ക് ദീർഘായുസ് ഉണ്ടാകേണ്ടതിനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാഗ്ദാനങ്ങളോടുകൂടിയ കൽപ്പനയാണ്. എൻ്റെ അപ്പനെയും അമ്മയും ഞാൻ ഇതുവരെ ഒരു വാക്കുകൊണ്ട് പോലും വിഷമിപ്പിച്ചിട്ടില്ല. അതെൻ്റെ കുഞ്ഞുങ്ങൾ കണ്ടു വളരുകയാണ്. അതുകൊണ്ടാണ് അവരുടെ വൈഫിൻ്റെ അമ്മ ഇവിടെ വന്നപ്പോൾ അവർ പൊന്നുപോലെയാണ് എൻ്റെ ഭാര്യയുടെ ആ കുഞ്ഞുങ്ങളുടെ ആ കരുതൽ. അവർ എൻ്റെ ഭാര്യയാണെങ്കിലും പ്രാർത്ഥിക്കുന്ന ആളാണ്. പാസ്റ്ററുടെ വല്യപ്പച്ചന്റെ ഒരു അനുഗ്രഹം പാസ്റ്ററുടെ ഉണ്ട്. എൻ്റെ വല്യപ്പച്ചൻ മരിക്കുന്നതിന് മുമ്പ് ആ സമയത്ത് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് മരിക്കുന്നത്. അപ്പച്ചൻ്റെ മക്കളെയും കൊച്ചുമക്കളെയും എല്ലാം ഞങ്ങൾ ഒന്നിച്ചുകൂടി 3-4 ദിവസം വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പച്ചൻ മരിക്കുന്നത് ഞങ്ങൾ കണ്ടു. അപ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടാണ് അപ്പച്ചൻ്റെ മരണം. അതിന് മുമ്പേ ഞാൻ അനുഗ്രഹം പോയി തട്ടിയെടുത്തു. നല്ല ദേവനെ ഞങ്ങൾ എല്ലാവരെയും നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിയിടണം എന്നാണ് പാട്ട് പാടി എൻ്റെ തലേ കൈവച്ചു എന്നെ അനുഗ്രഹിച്ചു. അനുഗ്രഹം ഞാൻ അടിച്ചു മാറ്റി. അപ്പം യാക്കോബിനെ പോലെ അനുഗ്രഹം അടിച്ചു മാറ്റിയ ആളാണ് ഞാൻ. പറയാൻ മനസ്സിലായോ? അപ്പോൾ അങ്ങനെ അപ്പച്ചൻ്റെ അനുഗ്രഹം കിട്ടി. എൻ്റെ അമ്മയുടെ അനുഗ്രഹം. എൻ്റെ അമ്മ പ്രാർത്ഥിച്ചാൽ ഇന്നും അത്ഭുതം സംഭവിക്കും. എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ വൈഫാണ് വലിയ പ്രാർത്ഥന അനുഭവമുള്ള, ദർശനപരമുള്ള ആളാണ്, മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന ആളാണ്, നിഷ്കളങ്കയായ. അതുപോലെ എൻ്റെ മക്കള് 3 മക്കളും. എൻ്റെ മൂത്ത മോളെ മിരിയം, അവളിപ്പം നേഴ്സായിട്ട് ബാംഗ്ലൂർ ജോലി ചെയ്യുക, BSc നേഴ്സ് പാസ്സായി. അവളെ അവിടെ അമ്മാച്ചൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ തൊട്ട് ഓപ്പോസിറ്റ് ഒരു നായർ കുടുംബമുണ്ട്. അവർ വലിയ കട്ടപ്പനയിൽ നിന്ന് വന്നവരാ. അവർക്ക് മക്കളില്ല, അമ്പിളിയും കുടുംബം. അപ്പം മിരിയാമോളെ പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു പ്രാർത്ഥിക്കും. അവൾ അവള് കുഞ്ഞല്ലേ, അവള് പ്രാർത്ഥിക്കും. അത് പ്രാർത്ഥിച്ചപ്പോൾ ഒരു സ്വപ്നം കണ്ടവള്. സ്വപ്നത്തിൽ കയറി അമ്പിളി ആന്റിയുടെ വയറ്റിൽ 3 പെൺകുഞ്ഞുങ്ങൾ. കറക്റ്റ് അമ്പിളി പ്രസവിച്ചപ്പോൾ 3 പെൺകുഞ്ഞുങ്ങൾ. മനസ്സിലായോ? എൻ്റെ മൂത്ത മോളും അവൾ പ്രാർത്ഥനയുള്ളവളാ, മിടിക്കുക. രണ്ടാമത്തെ മോളും വലിയ പ്രാർത്ഥന, അസാധാരണമായ കുർബാന അനുഗ്രഹങ്ങളുള്ള കൊച്ച പ്രാർത്ഥിക്കുന്നത്. മൂന്നാമത്തോടെ പേര് മന്ന, മൂത്തവിടെ മിരിയാം, രണ്ടാമത്തോടെ അക്സ, മൂന്നാമത്തോടെ മന്ന. അവളും വലിയ പ്രാർത്ഥനയുള്ള. ഈ പ്രാർത്ഥനയുടെ പിൻബലമാണ് എൻ്റെ ശക്തി എന്ന് പറയുന്നത്. ശക്തമായ പ്രാർത്ഥനയുടെ പിൻബലം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ അടിച്ച് മിന്നി കയറി പോകുന്നത്. പാസ്റ്ററുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുള്ള ലീഡേഴ്സ് ആരൊക്കെയാണ്? ബൈബിൾ സ്കൂളിലെ അധ്യാപകരുണ്ടാവാം, സഭാ നേതൃത്വം ഉണ്ടാകാം, അല്ലെങ്കിൽ മറ്റുള്ളവരുണ്ടാകും. ആരാണ് പാസ്റ്ററുടെ ശരിക്കും ഒരു റോൾ മോഡൽ എന്ന് പറയുന്നത്? ചില ആളുകളുണ്ടല്ലോ, ചില ആളുകളുടെ സ്വഭാവം നമ്മൾ ഫോളോ ചെയ്യും, അവരുടെ പഠനം, പഠിപ്പിക്കൽ, അവരുടെ പ്രസംഗ രീതികൾ, അങ്ങനെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയാണ്? എൻ്റെ ജീവിതത്തെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ളത് എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മ ഞാൻ പറയുന്നത് കന്യ മറിയം ആണെന്നാണ്. അത്രമാത്രം പ്രാർത്ഥിക്കുന്ന എൻ്റെ അമ്മ. അതിനപ്പുറത്ത് എനിക്ക് സ്വാധീനിച്ച ഒരാളെൻ്റെ ജീവിതത്തിലില്ല. പ്രാർത്ഥനാ വീരയായ മാതാവായിരുന്നു. അതുകൊണ്ട് എൻ്റെ വല്യപ്പച്ചൻ 7 നേരം പ്രാർത്ഥിക്കുന്ന എൻ്റെ വല്യപ്പച്ചൻ, അതുപോലെ തന്നെ എൻ്റെ വൈഫിൻ്റെ പിതാവ്, അവരെല്ലാം പ്രാർത്ഥന വീരന്മാരായിരുന്നു. അവരാണ് കൂടുതൽ. പിന്നെ തോമസ് ലീഹായെ, അതുപോലെ തന്നെ സ്തേഫാനോസ് സഹത മുട്ടുകുത്തി സ്തേഫാനോസ് സ്വർഗത്തിലേക്ക് 2 കൈകൾ ഉയർത്തി കല്ലെറിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ സ്വർഗം തുറന്നിരിക്കുന്ന കാഴ്ച, പിതാവാ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് മശിഹ തമ്പുരാൻ എഴുന്നേറ്റ് നിൽക്കുന്ന ഈ മനോഹര കാഴ്ചയൊക്കെ എൻ്റെ ആ പടങ്ങളൊക്കെ എൻ്റെ മനസ്സിനെ സുവിശേഷീകരണത്തിലേക്ക് എന്നെ നയിച്ചിട്ടുണ്ട്. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച. ഏറ്റവും അധികം ബഹുമാനിക്കുന്ന സഭാ ലീഡേഴ്സ് ആരൊക്കെയാണ്? സഭാ ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ അത് ചിലപ്പോൾ എപ്പിസ്കോപ്പൽ ആവാം, അല്ലെങ്കിൽ പെന്തക്കോസ്ത് ആവാം, നല്ല ബഹുമാനിക്കുന്ന ആളുകളുണ്ട്. അല്ല, ഈ ക്രിസോസ്റ്റം തിരുമേനിയൊക്കെ ആയിട്ട് പാസ്റ്റർക്ക് നല്ല ബന്ധം. ഞാൻ ക്രിസോസ്റ്റം തിരുമേനിയെ വല്ലാതെ ബഹുമാനിക്കുന്ന ഒരാളാണ്. അതുപോലെ കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവായെ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഡോക്ടർ KC ജോൺ എന്നെ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരാളാണ്. 20 വർഷം
25 വർഷത്തെ 20 നൂറ്റാണ്ടുകളുടെ ക്രൈസ്തവ ചരിത്രം ജയിച്ച ചരിത്രകാരനായ ബ്രദർ ജെസ്സി ദേവെ, അതുപോലെ തന്നെ ജോസ് പാറക്കടവ് സാർ, അങ്ങനെ നിരവധി ആളുകളുണ്ട്. എന്നെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ഇപ്പോഴത്തെ കാതോലിക്ക ബാബ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇപ്പോഴത്തെ കാതോലിക്ക രാഷ്ട്രീയ നേതാക്കന്മാരിൽ എനിക്ക് പിന്നെ അതുപോലെ നമ്മുടെ ഉദയഭാനു സഖാവ്, അതുപോലെ തന്നെ രാജു എബ്രഹാമ്, PJ കുര്യൻ സാറ്, അതുപോലെ തന്നെ നമ്മുടെ VN വാസവൻ അടക്കമുള്ള ഒരുപാട് നേതാക്കന്മാരുടെ ഒരു കക്ഷി രാഷ്ട്രീയ വ്യത്യാസം ശ്രീധരൻപിള്ള സാർ എനിക്ക് വളരെ ഇഷ്ടമായി. കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരുമായിട്ടൊരു സൗഹൃദമാണ്. എല്ലാവരുമായിട്ടും വലിയ സൗഹൃദമാണ്. രാഷ്ട്രീയത്തിന് ഞാൻ രാഷ്ട്രീയം നോക്കിയല്ല, എന്റെ രാഷ്ട്രീയം കണ്ടാൽ ഞാൻ മുസാദിന്റെ തന്ത്രജ്ഞനാണ്. ഒരുത്തനെ മറിച്ചിടണമെന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ ഒരു മറിച്ചിടുകയും ഒരുത്തനെ വാഴിക്കണമെന്ന് പറഞ്ഞാൽ വാഴിക്കുകയും ചെയ്യാനുള്ള ടെക്നോളജി എന്റെ കയ്യിലുണ്ട്. ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് ശത്രുക്കളെ ഉള്ളൂ, കുശുംബന്മാര്. വളർച്ച അത് ആദ്യകാലം മുതലേ ഉണ്ട്. ഞാൻ ഈ ഒരുമായപ്പെട്ടവരൊന്നും മൈൻഡ് ചെയ്യാൻ പോകത്തില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. പലരും പറഞ്ഞു വരുത്തുന്നുണ്ട്. എനിക്കെതിരെ വേറെ അപവാദമൊന്നും പറയാൻ ഒക്കത്തില്ല. പിന്നെ എന്നെ കുറച്ച് സോഷ്യൽ മീഡിയയിൽ ഒരുത്തൻ ഒരു ദിവസം നേരം വെളുത്ത് നോക്കിയപ്പോഴത്തേക്ക് ഒരുത്തൻ ബിഷപ്പ് റംബാച്ചനായി നിൽക്കുന്നു. ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ല. പിന്നെ ഒരു ദിവസം 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇതാ വൈറലായിരിക്കുന്നു, ബിഷപ്പായിരിക്കുന്നു. പിന്നെ നോക്കുമ്പോഴത്തേക്ക് ആർച്ച് ബിഷപ്പായി. ഇങ്ങനെയൊക്കെ ഉള്ളതല്ല. അല്ലാതെ ഈ ചൊറിയന്മാരല്ലാതെ എന്നെ കുറിച്ച് ഒന്നും പറയാനില്ലല്ലോ. ഇവർക്ക് ആള് നല്ല ചൂടനാണ്, തന്റെ അടിയാണ്, ദേഷ്യക്കാരനാണ്. ഒന്നാണ് ഞാൻ നെഗറ്റീവ് ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. നെഗറ്റീവ് ഞാൻ പോസിറ്റീവ് മൈൻഡുള്ള ആളാണ്. ഏത് നോ എന്ന് പറയുന്ന വിഷയം ഇപ്പോൾ ഒരു അസംബ്ലിസോട് ഒരു ദേവാലയം പണിയാൻ ഒക്കത്തില്ല, എന്നോട് പറഞ്ഞു നടക്കത്തില്ല എന്ന് പറഞ്ഞു. അവർ ആകുന്ന നോക്കി. ഞാൻ വരാൻ പറഞ്ഞു. ഞാൻ ഇവിടെ നിന്ന് പോയി. അവിടെ കളക്ടർ വന്ന് ദിവ്യയെ ഉദയഭാനു സഭ അന്നേരം വിളിച്ചു, ദിവ്യയെ വിളിച്ചു. അന്ന് തന്നെ പേപ്പർ മേടിച്ചെടുത്തു. ആ പള്ളി പണിത് കഴിഞ്ഞു. വെള്ളക്കല്ലിലെ ചേർത്തല ഒരുത്തൻ വന്നു. അവന്റെ 35 ലക്ഷം രൂപ പാടിമണിൽ ഓർത്തഡോക്സ് സഭയുടെ സെക്രട്ടറിയോ ട്രസ്റ്റിയോ അയാൾ ഇവിടെ വന്ന് കാലെ പിടിച്ചു. അച്ചായ സഹായിക്കണം എന്ന് പറഞ്ഞ് ചേർത്തല കോടതിയിൽ കേസ്, ഹൈക്കോടതി കേസ്. അയാൾ ഗുണ്ടകളെ വെച്ചു 25,000 രൂപ കൊടുത്ത്. അവിടെ ചെന്നപ്പോ അതിനേക്കാൾ വലിയ ഗുണ്ടയാ ഈ പൈസ തട്ടിയന്മാര്. ഭയങ്കരന്മാരാ. ഒന്നും ഒരു മുസ്ലിമും ഒന്നൊരു SNDP-കാരൻ്റെ സാർ. അവന്മാര് ഭയങ്കരന്മാരാ. അപ്പൊ എന്നോട് പറഞ്ഞു വെച്ചാൽ ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. ഞാൻ അവരെ ഇടപെട്ടവരുടെ വക്കീലിനെ വിളിച്ചു, അന്വേഷിച്ചു. ഇതിന്റെ പ്രതികളെ നേരിട്ട് വിളിച്ചു, സംസാരിച്ചു, ധാരണയുണ്ടാക്കി, പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചു, കേസ് പിൻവലിപ്പിച്ചു, അയാൾക്ക് പൈസ മേടിച്ചു കൊടുത്തു. അവര് പ്രതികളും വാദികളും എന്നെ സൽക്കരിക്കേണ്ട രീതിയിൽ അവരുടെ പ്രശ്നം ഇപ്പൊ എന്നോടാ പറയുന്നത്. അങ്ങനെ ഏറ്റവും കീറാമുട്ടി പ്രശ്നങ്ങൾ ഞാൻ ഇടപെടും. ആ പ്രശ്നങ്ങൾ വളരെ ഈസി ആയിട്ട് പരിഹരിക്കും. ഇത് എന്റെ കഴിവല്ല, ദൈവം എന്റെ കൂടെ ഉള്ളതുകൊണ്ടാണ്. ദൈവത്തിന്റെ ആ മഹാസഹായം എനിക്കുണ്ട്. ഈ പത്രമുണ്ടല്ലോ, ആനുകാലിക പ്രസിദ്ധീകരണം, അത് എത്രമാത്രം സമൂഹത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്? പ്രത്യേകിച്ച് മാരാമൺ കൺവെൻഷൻ പോലുള്ള സ്ഥലങ്ങളിലും അതുപോലെ മറ്റ് പെന്തക്കോസ്റ്റൽ മേഖലകളിലൊക്കെ എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്? അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊന്ന് പറയാം. 25 വർഷമായിട്ട് മാരാമൺ കൺവെൻഷൻ സ്പെഷ്യൽ പതി പറക്കുന്ന ആളാണ് ഞാൻ. 25 വർഷമായിട്ട്. പിന്നെ സിലോൺ പെന്തക്കോസ്ത് സഭയിൽ ആരെങ്കിലും പത്രം ഇറക്കുമോ? അവിടെ ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം അവിടെ എന്റെ സ്പെഷ്യൽ പതി ഇറങ്ങുന്നുണ്ട് സിലോൺ പെന്തക്കോസ്ത് സഭയില്. അത് പെന്തക്കോസ്ത് സഭകളുടെ ഏറ്റവും പ്രധാനമാണല്ലോ TPM. അതുപോലെ IPC ഈ പ്രാവശ്യം ഒറ്റ പത്രക്കാരെ അകത്ത് കിട്ടിയില്ല. 3 സപ്ലിമെന്റാണ് ഞാൻ ഇറക്കിയത്. 3 സപ്ലിമെന്റ്. മലങ്കര കത്തോലിക്ക സഭയുടെ അവിടെ അടൂർ നടന്ന പുനരൈക്യ സമ്മേളനം കർദിനാൾ ബാവ ക്ലീമിസ് കാതോലിക്ക ബാബയുടെ നിർദ്ദേശപ്രകാരം ഞാൻ അവിടെ സ്പെഷ്യൽ ഇറക്കി. പോപ്പിന്റെ കാലം ചെയ്തപ്പോൾ എന്റെ സ്പെഷ്യൽ ഉണ്ടായിരുന്നു. വേണ്ട, നമ്മുടെ ഇപ്പോഴത്തെ യാക്കോബായ സഭയുടെ കാതോലിക്ക ബാബായെ നിയമിക്കുന്ന സമയത്ത് എന്റെ സ്പെഷ്യൽ പതിപ്പ് ഞാൻ അങ്ങേ കാണിച്ചായിരുന്നല്ലോ. സ്പെഷ്യൽ പതിപ്പ് 25,000 കോപ്പി അവിടെ ഇറങ്ങിയത്. അത്ര മനോഹരമായി. അതുപോലെ തന്നെ ഓർത്തഡോക്സ്, യാക്കോബ, മർത്തോമ, കത്തോലിക്ക സഭകളുടെ ക്നാനായ മറ്റെല്ലാ XY എല്ലാ സഭകളുടെയും ചിലർ ചോദിക്കും, ഞാൻ തോമസ് പാസ്റ്റർ മർത്തോമക്കാരനാണോ? മർത്തോമ സഭയുടെ പത്രം കണ്ടിട്ടാ. വേറെ ആൾ ചോദിക്കും വെന്തിക്കോസ് ആണോ? വേറെ ആൾ ചോദിക്കും IPC ആണോ? വേറെ ആൾ ചോദിക്കും ക്നാനായ ആണോ? വേറെ ആൾ ചോദിക്കും യാക്കോബയാണോ? ഓർത്തഡോക്സ് ആണോ? കാരണം ഓരോ പത്രം ഇറങ്ങുമ്പോൾ ഓരോ സ്റ്റൈലിൽ ഇറങ്ങുന്നത്. അപ്പം ഇങ്ങനെ വലിയ സ്വാധീനം പത്രലോകത്തെ സൃഷ്ടിക്കാനായിട്ട് ദൈവം എനിക്ക് അവസരങ്ങൾ ഒരുക്കി. ഇതെല്ലാം അത്ഭുതകരമായ അനുഭവമാണ്. പിന്നെ ഒരു പത്രത്തിലൂടെ ഞാൻ ആരെ കയറി അപമാനിക്കാൻ പോകത്തില്ല. എന്റെ പ്രസംഗം ബ്ലാക്ക് മെയിലിംഗ് ഇല്ല. അതിന്റെ പരിപാടി നമുക്ക് മറ്റുള്ളവരെ സഹായിക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ.
ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയ കാലം മുതൽ ഒരു സമൂഹത്തെയും പ്രതിപക്ഷ ബഹുമാനത്തോടെ പ്രസംഗിക്കൂ, ഒരു സമൂഹത്തെയും ഞാൻ തേജോവധം ചെയ്ത്, പള്ളിക്കാരെയും ചെയ്യത്തില്ല, സമുദായക്കാരെയും ചെയ്യത്തില്ല, മറ്റു മതങ്ങളെയും പ്രകോപിപ്പിക്കുന്ന ഒരു പ്രസംഗം ഞാൻ ചെയ്യാറില്ല. അങ്ങനെ ചെയ്ത ചരിത്രം എനിക്കില്ല. ഞാൻ എല്ലാവരെയും പ്ലീസ് ചെയ്തുകൊണ്ട് ബഹുമാനിച്ചോണ്ടുള്ള പ്രസംഗ ശൈലിയാണ് എൻ്റെ. പിന്നെ ഞാൻ എന്നെ പൂഴ്ത്തി പറയാനും പ്രസംഗത്തിൽ നോക്കത്തില്ല. പിന്നെ ഞാൻ ചെയ്ത വീര്യപ്രവൃത്തി അങ്ങനെയാണ്, ഞാൻ അങ്ങനെ ചെയ്തിങ്ങനെ, ഇതൊന്നും പറയാൻ എനിക്ക് സമയമില്ല. എനിക്ക് പ്രസന്റ് ചെയ്യേണ്ടത് കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തുവിലൂടെ മനുഷ്യവർഗത്തിന് ലഭിച്ച രക്ഷാകരമായ പദ്ധതികൾ, ആ മനുഷ്യനെ ദൈവരാജ്യത്തിലെത്തിക്കാനുള്ള പ്രസംഗങ്ങളാണ് എൻ്റെ പ്രസംഗങ്ങൾ മുഴുവൻ. യേശുക്രിസ്തു ഇല്ലാത്തൊരു പ്രസംഗവും എനിക്കില്ല. പക്ഷേ ഈ പെന്തക്കോസ്റ്റൽ സഭകളെ കുറിച്ചൊന്ന് പറയാം. ഈ നാളുകളിൽ ഒരുപാട് സഭകൾ ഇങ്ങനെ കൂണുപോലെ മുളച്ചു വരുന്നുണ്ട്. അപ്പം ഈ സഭയിലൊരു ഐക്യം, സഭയിൽ ഒരിക്കലും ഐക്യം ഉണ്ടാകാൻ പോകും. പെന്തക്കോസ്റ്റൽ സഭയിൽ ഒരു ഐക്യം ആവശ്യമല്ലേ? 25 ലക്ഷം പെന്തക്കോസുകാരൻ നമുക്ക് കേരളത്തിലുണ്ട്. ഒരു MP ഇല്ല, ഒരു MLA ഇല്ല, ഒരു മന്ത്രി ഇല്ല, ആരുമില്ല. അപ്പം ഇത്തരത്തിലൊരു സാഹചര്യം 25 ലക്ഷം പെന്തക്കോസുകാർക്ക് ഒരു ഐക്യതയോടെ നിന്നാൽ പല കാര്യങ്ങളും നമുക്ക് സർക്കാരിൽ നിന്ന് വാങ്ങിച്ചെടുക്കാനും നമുക്ക് ലോക്സഭയിലേക്ക് പോലും പ്രതിനിധികളെ അയക്കാനൊക്കെ സാധിക്കില്ലേ? എന്താ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അതിന്റെ വല്ല പ്രവർത്തനങ്ങൾ പാസ്റ്ററിന് മുമ്പ് ചെയ്തിട്ടുണ്ടോ, ചെയ്ത് പരാജയപ്പെട്ടിട്ടുണ്ടോ? പെന്തക്കോസ് സഭയ്ക്ക് ഒരു ഐക്യം, ആദ്യമായിട്ട് പെന്തക്കോസ് സഭയുടെ ഒരു ഐക്യവേദി ഉണ്ടാകുന്നത് പാസ്റ്റർ TS എബ്രഹാമിന്റെയും ON രാജുക്കുട്ടി പാസ്റ്ററുടെയും നേതൃത്വത്തിലാണ്. നീ സ്വതന്ത്ര സഭകളെ ഇവർ കൂട്ടിട്ടില്ല. സ്വതന്ത്ര സഭയിലെ ഒരു അപ്പച്ചൻ എന്നെ പറഞ്ഞു, എൻ്റെ പൊന്നു പാസ്റ്ററെ, ഞങ്ങളെ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ സ്വതന്ത്ര സഭകളാണല്ലോ നേരെ 50%. 25 ലക്ഷം ഉണ്ടെങ്കിൽ 12 ലക്ഷം സ്വതന്ത്രന്മാരാ. അപ്പൊ സ്വതന്ത്രന്മാരുടെ ലെവലിൽ ചില്ലറ ഉള്ളതും സായിപ്പിന്റെ സഹായം അവർക്ക് കൂടുതലും. അപ്പോൾ അത് എന്നോട് പറഞ്ഞു, ഒരു സഹായിക്കണം എന്ന് പറഞ്ഞു. അന്ന് ഞാൻ കൗൺസിൽ ഓഫ് പെന്തക്കോസ്റ്റൽ ചർച്ചസ് എന്ന് പറഞ്ഞൊരു സംഘടന ഒരു രൂപം കൊടുത്തു. അത് വളരെ മുമ്പോട്ട് വലിയ കുതിച്ചു, ഭയങ്കര മുന്നേറ്റമായി. അതിന്റെ ആദ്യത്തെ യോഗത്തിന്റെ അധ്യക്ഷനും മീഡിയയുടെ ചുമതലയൊക്കെ എനിക്കായിരുന്നു. അന്താരാഷ്ട്ര പത്രങ്ങൾ വരെ അത് കവർ ചെയ്ത ഒരു സംഭവം ഉണ്ട്. പക്ഷേ ഇതൊന്നും നിലനിന്ന് പോയിട്ടില്ല. ഇതെല്ലാം ഒന്നാമത് 25 ലക്ഷം ഉണ്ടെന്ന് സാറ് പറഞ്ഞാൽ 25 ലക്ഷം എങ്ങനെ വരുന്നത്? ഇപ്പൊ മർത്തോമക്കാർ എത്ര പേരുണ്ട്? മർത്തോമക്കാർ എത്ര വേണം? അത് ചുമ്മാ എല്ലാ സഭയുടെ കൂടി 25 ഇല്ല. 25 എന്നൊക്കെ നമ്മുടെ ആളുകൾ, ഞാൻ ഉൾപ്പെടെയുള്ളവരങ്ങ് ആശ്വാസം കൊണ്ട് പറയുന്നത്. 25 ഇല്ല. നല്ല ഇപ്പൊ തന്നെ 1.25 ലക്ഷം ബന്ധുക്കോസുകാരുണ്ട് പത്തനംതിട്ടയില്. ഇപ്പൊ 2.5 ലക്ഷം ബന്ധുക്കോസുകാരുണ്ട് ട്രിവാൻഡ്രത്ത്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ 25 ഇല്ലെങ്കിലും ഏതാണ്ടൊക്കെ അടുത്ത് വരും. ഈ പെന്തക്കോസ് സഭകൾ വാളെടുത്തതെല്ലാം വെളിച്ചപ്പാടാണ്. ഇന്ന് മിക്കവാറും കള്ളാസൂരി സംഘടനകളാണ് എല്ലാം. ഇവരെല്ലാം ഒരു തരത്തിലേക്കാണ്. ഇവരെല്ലാം പോയി രാഷ്ട്രീയക്കാരുടെ 3 പാർട്ടിക്കാരുടെ ഇന്ന് കാശ് മേടിക്കും. സംഘടന ഉണ്ടാക്കുന്നുണ്ട് ഇവന്മാർക്ക് ഏതെങ്കിലും ചെയർമാനോ ട്രസ്റ്റിയോ സെക്രട്ടറിയോ ഏതെങ്കിലും ബോർഡ് വെച്ച ഈ ലൈറ്റിട്ട വണ്ടിയെ പോകാൻ വേണ്ടി, ലൈറ്റിട്ട വണ്ടി കിട്ടത്തില്ല, ഒരു ബോർഡ്, ഏതെങ്കിലും ഒരു ബോർഡിന്റെ അംഗമാകാൻ വേണ്ടിയുള്ള കളികൾ. അല്ലാതെ പെന്തക്കോസുകാരോട് യാതൊരു സ്നേഹവും പുലർത്തിയല്ല ഇവർ സംഘടന ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവരെല്ലാം ആള് കളിക്കാൻ വേണ്ടിയുള്ള സംഘടന. ഈ ബന്ധുക്കോസ് സഭയിൽ ഐക്യം ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ 1 ലക്ഷം ബന്ധുക്കോസ് സഭ ഇവിടെ ഉണ്ടാകത്തില്ലല്ലോ. അച്ചായന്റെ സഭ, അമ്മാമ്മയുടെ സഭ, കൊച്ചമ്മയുടെ സഭ, നാത്തൂന്റെ സഭ, എന്നാ പൗലോസ്, പിന്നെ ആരുടെ എല്ലാം പേരില്ല, അപ്പല്ലോസിന്റെ സഭ, കേഫാവിന്റെ സഭ, പൗലോസിന്റെ സഭ, തോമാസിന്റെ സഭ, അന്ത്രയോസിന്റെ സഭ, ലൂക്കോസിന്റെ സഭ, അമ്മച്ചിയുടെ സഭ, അപ്പച്ചന്റെ സഭ, ചേട്ടന്റെ സഭ, അനിയന്റെ സഭ, എങ്ങനെ എത്ര സഭയുണ്ട്? അപ്പം ഇതൊന്നും പരസ്പരം യോജിപ്പ് ഇല്ല, യോജിക്കാനായിട്ട് പോകുന്നില്ല. കാരണം ഇവർക്കെല്ലാം അധികാരമാണ്. ഇവരെല്ലാം ഇങ്ങനെ അധികാര ശ്രേണിയിലിരുന്ന് ഏതാണ്ട് വലിയ ആനയാണെന്ന് ഒരു സൈസ് പിന്നെ ഒരു സൈസ് പക്ഷിയുണ്ടല്ലോ, അത് പക്ഷി കാണുമ്പോൾ അതിന്റെ വിചാരം ഈ ഞാൻ എൻ്റെ തോലാട്ടുമ്പോൾ ഈ രാജ്യം മുഴുവൻ ഇങ്ങനെ ഇളകുമെന്ന് ഒരു ചുക്കും നടക്കത്തില്ല. ഈ നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ ആരും വോട്ട് ചെയ്യത്തില്ല. വിശ്വാസികളെല്ലാം പ്രബുദ്ധരാ. അവരെ കാണേണ്ട രീതിയിൽ കണ്ട് അവരോട് സംസാരിച്ചെങ്കിൽ മാത്രമേ, അല്ല ഒരു നേതാവ് ബന്ധുക്കോ സംഘടനകളൊന്നും പറഞ്ഞാൽ ഒരു വോട്ടും വീഴത്തില്ല. ഇതിനെയൊക്കെ കൃത്യമായി പരിശീലിച്ച് അനുഭവം സമ്പത്ത് 30 വർഷമായിട്ടുള്ള ആളാണ് ഞാൻ. അതുകൊണ്ടാണ് പറഞ്ഞ് ഇവരൊന്നും വിചാരിച്ച ഒന്നും നടക്കത്തില്ലെന്ന്. പാസ്റ്റർക്ക് എന്താണ് ഈ പെന്തക്കോസ്റ്റൽ സഭകളോടും അതുപോലെ പുതുതായിട്ട് സുവിശേഷ വേലയിൽ ഇറങ്ങുന്ന ആളുകളോട് ഒരു സന്ദേശം പറയാനായിട്ട്? ഒരു ഏരിയയിൽ എത്ര സഭയുണ്ട്? ഒരു സഭ പോരെ. ഒരു കിലോമീറ്ററിനുള്ളിൽ 12 സഭ, 15 സഭ. ഏതെങ്കിലും യാക്കോക്കാരന് 15 പള്ളിയുണ്ടോ? ഏതെങ്കിലും മർത്തോമക്കാരനുണ്ടോ? ഏതെങ്കിലും CSI-കാരനുണ്ടോ? വേണ്ട. ദി പെന്തക്കോസ്റ്റ് മിഷനിൽ അവരെന്തൊരു മാതൃകയാണ് കാണിക്കുന്നത്. ഒരു പ്രാർത്ഥനാ ജീവിതമുള്ള ആളുകളാണ് അവര്. ഒരു സഭ കഴിഞ്ഞാൽ പിന്നെ വേറെ ദൂരത്താണ് അവരുടെ സഭ. തിയോളജിയിൽ അവർക്ക് വ്യത്യാസമുണ്ട്, പക്ഷെ അവർ വളരെ ദൂരത്താണ്. ബ്രദറൻകാരും ആ ഒരു
ശൈലി സ്വീകരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് പെന്തിക്കോസുകാർക്ക് ആ ശൈലി സ്വീകരിക്കാൻ കഴിയാത്തത്? അപ്പം വാളെടുത്തവനല്ല വെളിച്ചപ്പാട്, റബ്ബർ വെറ്റി ക്ഷീണം വന്നാൽ അവൻ ഉദ്ദേശി, വാളെടുത്തവനല്ല ഉപദേശി, വേദോസം എടുത്ത് കക്ഷത്തിൽ വെച്ചോണ്ട് നടക്കുക. ഇവൻ ഒരു മനുഷ്യനോട് സുവിശേഷം പറയുമോ? ഒരു പാപിയോട് യേശുവിനെ കുറിച്ച് പറയുമോ? ഇവൻ ഒന്നും ചെയ്യത്തില്ല. ചുമ്മാ ഈ കള്ളന്മാർക്ക് കഞ്ഞി വെക്കുന്നവരാണ് കൂടുതൽ ആളുകൾ. സത്യസന്ധമായ പ്രവർത്തനങ്ങളില്ല. ഇവർക്കെല്ലാം അധികാരം വേണം, അധികാരം വേണം. കർത്താവ് ഉപേക്ഷിച്ച അധികാരം. കർത്താവ് തന്റെ തൂവാല എടുത്ത് അരയിൽ ചുറ്റി ശിഷ്യന്മാരുടെ കാലിൽ നിങ്ങളും ഇങ്ങനെ ചെയ്യാനാ പറഞ്ഞത്. ഈ ശുശ്രൂഷയിലേക്കാണ് ഇന്നത്തെ സമൂഹം കടന്നു വരേണ്ടത്. അതുകൊണ്ട് സുവിശേഷ വിളിയില്ല. പ്രവാചകൻ പറഞ്ഞു ഉപദേശിയാകുന്നവരുണ്ട്. ബൈബിൾ സ്കൂളുകൾക്ക് ബിസിനസ് സ്ഥാപനങ്ങളായി മാറുക. ബിസിനസ് സ്ഥാപനം എന്ന് പറയാൻ ബ്ലേഡ് വാങ്ങിക്ക് ആളുകളിൽ നിന്ന് ഒരു കുട്ടിക്ക് വേണ്ടി 50 പേരിൽ നിന്ന് പൈസ പിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ തട്ടിപ്പല്ലേ? ഇപ്പൊ അനാഥശാല എന്നൊക്കെ പറഞ്ഞും വൃദ്ധമന്ദിരം എന്നൊക്കെ പറഞ്ഞ് തട്ടിപ്പ് നടത്തുന്നുണ്ട്. എനിക്ക് എന്തെല്ലാം പരിപാടി ചെയ്യാമായിരുന്നു, ഞാനിതൊന്നും പോയില്ല. കാരണം അതൊന്നും ശരിയല്ല, ശരിയല്ലാത്ത പരിപാടി. ദൈവം നമ്മളെ പോറ്റാനും പുലർത്താനും മതിയായവനാണ്. അതുപോലെ തന്നെ സുവിശേഷ വേലയ്ക്ക് ദൈവത്തിന് നിയോഗമുള്ളവരെ വേലയ്ക്കിറങ്ങാവും. ഇത് ചുമ്മാതെ കിതാബ് എടുത്തുകൊണ്ട് രാവിലെ അവരെല്ലാം പട്ടം കൊടുക്കുക. സെൻട്രൽ പാസ്റ്റർക്ക് 1 ലക്ഷം രൂപ കൊടുത്ത് അവന് സഭ കിട്ടും. നേതാവിന് കൊണ്ട് 5 ലക്ഷം രൂപ കൊടുത്താൽ അവന് വലിയ സഭ കിട്ടും. അപ്പം ഇതിനൊന്നും ഒരു സിസ്റ്റവും ഇല്ല, ഒരു സംവിധാനവും ഇല്ല. ഇത് പെന്തിക്കോസുകാരുടെ കാര്യം മാത്രമല്ല, ഇപ്പം പള്ളിയിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുക. കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെയാണ് ഇപ്പം സുവിശേഷ സമാജത്തിന്റെ തലപ്പത്തിരിക്കുന്നത്. ഒരു ജ്ഞാനായ സമുദായത്തിന്റെ സുവിശേഷ സമാജത്തിന്റെ തലപ്പത്തിരിക്കുന്നവൻ ബ്ലേഡ് കച്ചവടം നടത്തുന്നവനാ. ബ്ലേഡ് ബാങ്ക് പലിശ വാങ്ങരുത്, കർത്താവേ നിൻ കൂടാരത്തിൽ ആര് വസിച്ചിടും, നിന്റെ നിർമ്മലഗിരിയിൽ ആര് പ്രവേശിക്കും എന്നാ. പലിശ നിന്റെ ദൈവം പലിശയ്ക്ക് കൊടുക്കാത്തതിന് പലിശയ്ക്ക് കൊടുക്കുന്നവനാണ് സുവിശേഷ സമാജത്തിൽ. അവന് പൈസ ഇട്ടോടുണ്ടാക്കാം. അവൻ രാഷ്ട്രീയക്കാരനാണ്. അവൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി അവൻ എന്ത് ചെയ്യാം? അവന് പഞ്ചായത്ത് മെമ്പർ ആയി കഴിഞ്ഞപ്പോൾ പ്രസിഡന്റ് ആകാൻ വേണ്ടി വേറെ പാർട്ടി കൂറുമാറി ഒളിവിൽ പോയവനാ. അവനാ സുവിശേഷ സമാജത്തിന്റെ പ്രസിഡന്റ്. അവൻ എല്ലാത്തിൻ്റെയും വിധവാ പെൻഷൻ എന്ന് പറഞ്ഞ് മരിച്ചു പോയവരെടുക്കും പൈസ വാങ്ങിയെടുക്കുന്നുണ്ട്. ഇതുപോലുള്ള തട്ടിപ്പുകാരെയാണ് മെത്രാപ്പോലിത്തന്മാരും അവർക്കാണ് ശുപാർശ ചെയ്ത് കൊടുക്കുന്നത്. വിളിയില്ലാത്തവന് മുഴുവനും ഉപദേശിക്കുക. പിന്നെ എങ്ങനെ ഈ നാട് നന്നാകും? സുവിശേഷ ലോകം ഇന്ത്യ സുവിശേഷീകരിക്കേണ്ട ആവശ്യമാണ്. പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ നരകത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. അവരെ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരേണ്ട വലിയ ദൗത്യം നമുക്കുണ്ട്. ആ ദൗത്യത്തിന് വേണ്ടി ഇറങ്ങേണ്ട നേതാക്കന്മാർ മാന്യതയും വേഗത്തിൽ ആരുടെ മേലും കൈവെക്കൽ എന്നല്ല എഴുതിയിരിക്കുന്നത്. ഇവരെല്ലാം വേഗത്തിൽ കൈവച്ചങ്ങ് ശുശ്രൂഷ കൊടുക്കുക. ഇവൻ എന്തോ പറയുന്നത്, ഏതാ പറയുന്നത്? 2 അന്യഭാഷയുണ്ട്. 2 അന്യഭാഷ. ഈ കള്ളപ്രവചനങ്ങൾ, ഇന്നത്തെ കള്ളപ്രവചനങ്ങളാണ് പലയിടത്തും. അവന് ആലോചിച്ചൊരു കള്ളപ്രവചനം, ഒരു പ്രവചനം 2 വാക്കടിച്ചു കഴിഞ്ഞാൽ കള്ളപ്രവചനം നടത്തിയ കള്ളപ്രവാചകന്മാർ വഴി എത്ര കുടുംബങ്ങൾ നശിക്കുന്നുണ്ടെന്നറിയാവോ? വ്യാജ പ്രവാചകന്മാര് ഇവിടെ അങ്ങ് നിറഞ്ഞു നിൽക്കുക, നിറഞ്ഞാടുക. ഇവരെയൊക്കെ നിയന്ത്രിക്കേണ്ട ഒരു കാലഘട്ടം കഴിഞ്ഞു. അതുപോലെ തന്നെ കള്ളപ്രവാചകന്മാർ ഇതിനകത്ത് ഒത്തിരിയുണ്ട്. വ്യാജ അന്യഭാഷകൾ. ഒരു ജെയിംസ് ജേക്കബ് എന്ന് പറയുന്നൊരു പാസ്റ്റർ പറഞ്ഞതാണ്. ഒരു ബൈബിൾ കോളേജ് അദ്ദേഹം നടത്തുന്നുണ്ടായിരുന്നു. അദ്ദേഹം നടത്തുന്ന ബൈബിൾ കോളേജ് ഇപ്പോൾ 50 പിള്ളേരുണ്ടായിരുന്നു. അദ്ദേഹത്തെ ആ പിള്ളേർക്കെല്ലാം അന്യഭാഷയുണ്ട്. ഒരു പയ്യന് മാത്രം അവൻ പരിശുദ്ധനാണ്, അവന് അന്യഭാഷയില്ല. അവനെ എല്ലാവരും കുറ്റപ്പെടുത്തി. ഇവന്മാരെല്ലാം മഹാഭാവം ചെയ്യുന്നത്. ഈ അന്യഭാഷ പറയാത്തവൻ ഒരു ഭാവം ചെയ്യുന്നില്ല. അവനൊരു ദിവസം വിചാരിച്ചു എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തും. ഒരു ഉപവാസ പ്രാർത്ഥന 3 ദിവസം നടക്കുക. അവന് ഇങ്ങനെ ഇരുന്നിട്ട് മേനെ തെക്കെ ഉപർസി എലി ലമ്മ ശബക്താനി എന്നവൻ സ്പീഡിൽ അങ്ങ് പറഞ്ഞു. അപ്പം ഇവരോർത്ത് അന്യഭാഷയായിരിക്കുന്നു. അവരെല്ലാം കൂടെ ഒരു ഉദ്ദേശിച്ച് ഒരു തലക്കൈ വെക്കുന്നു. എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ആകപ്പാടെ ഓരോരുത്തർ സാക്ഷി പറയുന്നു. അത്ഭുതം നടന്നെന്ന്. ഏതായാലും ജെയിംസ് ജേക്കബ് എന്ന് പറയുന്ന ഈ ജീസസ് ഫോർ ഇന്ത്യയുടെ നേതാവ് അടുത്ത് വിളിച്ചിരുത്തിട്ട് ചോദിച്ചു. അവനെ രഹസ്യമായിട്ട് വിളിച്ചിരുത്തി ചോദിച്ചു, മോനെ നീ എന്താ പറഞ്ഞേ? നിനക്ക് ശരിക്കും അന്യഭാഷ കിട്ടിയാണോ? എൻ്റെ അല്ല, ഈ കള്ളന്മാരാ മൊത്തം. യവന്മാർ എന്നെ എപ്പോഴും കുറ്റപ്പെടുത്തും. യവന്മാർ ചെയ്യുന്ന പാവം ഞാനൊരു പാവം ചെയ്യുന്നില്ല. എനിക്കിത് അന്യഭാഷ ഇല്ലെന്ന് പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തുക. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു മേനെ തെക്ക് ഉപർസ എന്നായിരുന്നു എഴുത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ നിന്നെ തൂക്കി നോക്കി കുറവുള്ളവനായി
കണ്ടിരിക്കുന്നു. ദൈവമേ, ഞാൻ കുറവുള്ളവരാണേ എന്നാ ഞാൻ പറയുന്നത്. സ്പീഡിൽ അങ്ങ് പറഞ്ഞാൽ നീ ഉള്ളെന്ന് പറഞ്ഞു. ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് പറഞ്ഞു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ഇതേ ഞാൻ പറഞ്ഞുള്ളൂ. അവൻ പറഞ്ഞു, നീ പറയല്ലേ, നീ ഉള്ള കിട്ടിയ കൃപ ഉപയോഗിച്ചാൽ മതിയെന്ന് പുള്ളി പറഞ്ഞു. അപ്പൊ ഇപ്പോഴത്തെ അന്യഭാഷ മനസ്സിലായല്ലോ. ഇപ്പോഴത്തെ പ്രവചനമോ വട്ടം ചുറ്റി വട്ടം കിട്ടി വട്ടം കിട്ടി വട്ടം കിട്ടി ചുറ്റിക്കെട്ടുന്നപ്പോ സകല പോരാട്ടങ്ങളും അതിന്റെ ബന്ധനങ്ങളും കെടുതികളും എന്ന് പറഞ്ഞ ആളുകളായിട്ട് വരട്ടി കാശടിക്ക് മാറ്റുക. മനസ്സിലാകുന്നുണ്ടോ? നല്ല വചനം അരുളപ്പാട്, നല്ല വചനം പ്രസംഗിക്കാൻ ആളില്ല. ഇതാണ് ഇന്നത്തെ സ്ഥിതി. ഓക്കെ. അപ്പം ഇനി എന്തെങ്കിലും പാസ്റ്ററുടെ ജീവിതാനുഭവവുമായി ബന്ധപ്പെട്ട് പൊതുജനം അറിയണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടോ? നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തെ മുൻനിർത്തി ജീവിക്കുക, ദൈവത്തോടൊന്നിച്ച് യാത്ര ചെയ്യുക, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക, മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക, മറ്റുള്ളവരെ ചെറുതാക്കാൻ ശ്രമിക്കാതിരിക്കുക. വൈറലെല്ലാം റിയലല്ല. ആ വലിയ രഹസ്യം നാം മറന്നു പോകരുത്. ഇന്ന് മാധ്യമ ലോകം അനേക ആളുകളെ ഉപദ്രവിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഇന്ന് മനുഷ്യനെ ആക്രമിക്കുന്നൊരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ നേരാവണ്ണം സത്യസന്ധമായി ദൈവത്തെ പ്രസാദിപ്പിച്ച് മറ്റുള്ളവർക്ക് ഗുണം ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിച്ച് ഭയഭക്തരായി പ്രാർത്ഥനാ ജീവിതമുള്ളവരായി ദൈവസന്നിധിയിൽ കണ്ണീര് ഒഴുക്കി ജീവിക്കുന്നവരായി താഴ്മയോടും വിനയത്തോടും സൗമ്യതയോടും പ്രാർത്ഥനാ ജീവിതത്തോടും വിശ്വാസത്തോടും നെഗറ്റീവ് മൈൻഡുകളെല്ലാം മാറ്റി എൻ്റെ ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ല, എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും എന്ന വിശ്വാസത്തോടെ ജീവിതം മുൻപോട്ട് നയിക്കാം. അതിന് നമ്മൾ എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. ഗോസ്പൽ TV എന്ന ഈ മഹത്തായ പ്രസ്ഥാനം, അതിന് നേതൃത്വം നൽകുന്ന ഏറ്റവും ബഹുമാന്യനായ ആദരണീയനായ കർത്തുദാസൻ ആയിരക്കണക്കിന് ആളുകളെ ഇൻ്റർവ്യൂ ചെയ്ത് ക്രൈസ്തവ മണ്ഡലത്തെ ലോക ജനശ്രദ്ധയിൽ എത്തിക്കുന്ന പ്രിയപ്പെട്ട പാസ്റ്റർ സാജു അവരുകളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ആയുസ് കൊണ്ടും ആരോഗ്യം കൊണ്ടും സൗഖ്യം കൊണ്ടും സമാധാനം കൊണ്ടും ഉയരത്തിലെ ശക്തി കൊണ്ടും ദൈവം അങ്ങേ അലങ്കരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് എന്ന കൂട്ടായ്മയ്ക്കായി സ്തോത്രം. നിന്റെ ദാസൻ വളരെ ദീർഘദൂരം അടിമാലിയിൽ നിന്ന് യാത്ര ചെയ്ത് ഇവിടെ എത്തി ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ ദൈവം അവസരമൊരുക്കി. ഇത് ആയിരങ്ങൾക്ക് പ്രയോജനമാക്കണമേ. നിൻ്റെ മകനെയും കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെല്ലാവരുടെ മേലും ഇത് കേൾക്കുന്നവരുടെ മേലും നിൻ്റെ കൃപ പകരണം. ഒരുമിച്ച് സഹായിക്കണം, അനുഗ്രഹിക്കണം, അത്ഭുതം പ്രവർത്തിക്കണം. യേശുക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയുടെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ.